गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुर्साक्षात् परब्रह्म तस्मै श्री गुरवे नमः। शंकराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ॐ सहना भवतु सहनौ भुनक्तु सह वीर्यङ्करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിൽ 6-ാം അധ്യായത്തിൽ 44 ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത്. അവിടെ 37-ാം ശ്ലോകം മുതൽ 3 ശ്ലോകങ്ങളിലായി യോഗത്തിന്റെ ലക്ഷ്യതലത്തെയും മാർഗതലത്തെയും ഒരുപോലെ ഭഗവാനിൽ നിന്ന് കേട്ട അർജുനന്റെ ഉള്ളിൽ ഉണ്ടായ സംശയമാണ്. സംശയം മറ്റൊന്നല്ല, നല്ലപോലെ ശ്രദ്ധയുള്ള ആള്, ഗുരുവിലും ശാസ്ത്രത്തിലും ഉറച്ച വിശ്വാസം അഥവാ സത്യബുദ്ധിയുള്ള ആള്. ജ്ഞാനത്തിന് വേണ്ട ഏറ്റവും വലിയ യോഗ്യത ഏതാണ്? ശ്രദ്ധയാണ്. അപ്പൊ ശ്രദ്ധയുണ്ട്, നല്ലപോലെ ശ്രദ്ധയുള്ള ആള്. പക്ഷെ അതേ സമയത്ത് യോഗസാധനയുടെ ലക്ഷ്യത്തെ പ്രാപിക്കുന്നതിന് മുമ്പായിട്ട് എങ്ങനെയോ യോഗസാധനയിൽ നിന്ന് മനസ്സ് മാറിപ്പോയി, ചലിതമാനസഃ, അഥവാ മരണം സംഭവിച്ചു. അങ്ങനെ യോഗസംസിദ്ധിയെ പ്രാപിക്കാതെ പോകുന്നതായ ഒരാളുടെ ഗതി എന്താണ് ഹേ കൃഷ്ണ? കൂട്ടം കൂടി ഒന്നായി നിന്ന മേഘപടലങ്ങൾ ഛിന്ന ഭിന്നമായി അങ്ങനെ 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 അങ്ങോട്ട് ഇല്ലാതാകുന്നതായി നമ്മൾ ആകാശത്ത് കാണുന്നുണ്ട്. അതുപോലെ അയാൾ നശിച്ചു പോകുമോ? യോഗസാധനയിൽ സാധനാ മാർഗത്തിൽ പ്രതിഷ്ഠിതനാകാതെ അയാൾ നശിച്ചു പോവുമോ? ഹേ കൃഷ്ണ, എൻ്റെ ഈ സംശയം അങ്ങ് ഇല്ലാതാക്കി തരണം. അങ്ങേപോലെ ഇത് പറഞ്ഞു തരാൻ കഴിയുന്ന ആൾ വേറെ ഇല്ല. ഇതാണ് അർജുനന്റെ സംശയം. അതിനാണ് ഭഗവാൻ മറുപടി പറഞ്ഞത്, ഹേ അർജുന, ഒരിക്കലും പ്രശ്നമില്ല. അയാൾക്ക് ഈ ലോകത്തിലും പരലോകത്തിലും നാശമില്ല. അവിടെ ഒരു പൊതുവായ നിയമം നമ്മളെല്ലാവരും ഓർമ്മിച്ചിരിക്കേണ്ടുന്ന നിയമം പറഞ്ഞു. ജീവിതത്തിൽ മംഗളമായത് ചെയ്യുന്നവന് ഒരിക്കലും ദുർഗതി ഉണ്ടാവില്ല. നഹി കല്യാണകൃത് കശ്ചിത് ദുർഗതിം താത ഗച്ഛതി. കല്യാണം മംഗളമായത് ചെയ്യുന്നവൻ ഒരിക്കലും ദുർഗതി ഉണ്ടാവില്ല. ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവൻ ഒരിക്കലും ദുർഗതി ഉണ്ടാവില്ല. ഒരു പൊതു നിയമമാണ്. അപ്പൊ പിന്നെ എന്താ അയാൾക്ക് സംഭവിക്കും? മറുപടി,
വലിയ പുണ്യം ചെയ്തവരുടെ ലോകങ്ങളെ പ്രാപിച്ച് ദീർഘകാലം അത്തരം അനുഭവങ്ങളെ നേടി അനന്തരം അത്യന്തം ശുചികളും ഐശ്വര്യവാന്മാരുമായവരുടെ വീട്ടിൽ വന്ന് ജനിക്കുന്നു. അഥവാ യോഗി കുലത്തിൽ വന്ന് ജനിക്കുന്നു. യോഗി കുലം എന്ന് പറയുമ്പോൾ സാമാന്യമായിട്ട് അർത്ഥം എപ്പോഴും യോഗികളുടെ, സാധകന്മാരുടെ സാന്നിധ്യം ഉണ്ടാവുന്ന ചില കുടുംബങ്ങളുണ്ട്. എല്ലാ തലമുറയിലും ആരെങ്കിലുമായിട്ട് ചില യോഗികൾ, ചില സാധകന്മാർ വന്ന് ജനിക്കും. എല്ലാ തലമുറയിലും നമ്മൾ ഓരോ കാലഘട്ടത്തിലും സാമൂഹികങ്ങളായ ഗതിവിഗതികൾക്കനുസരിച്ച് ഈ കാലമൊക്കെ മാറിപ്പോയി, ഇനിയിപ്പോൾ സാധകന്മാരൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഓരോ തലമുറയും പറഞ്ഞിട്ടുണ്ടാവും. ഈ തലമുറയും പറയുന്നുണ്ട്, അടുത്ത തലമുറയും പറയും, അതങ്ങ് തുടരും. പക്ഷെ എല്ലാ തലമുറകളിലും ഏതെങ്കിലുമൊക്കെ സൂക്ഷ്മ സാധകന്മാർ ജനിക്കുന്ന കുടുംബങ്ങൾ, അത്തരം കുടുംബങ്ങളിൽ ആ ജീവൻ വന്ന് ജനിക്കും. അത് വളരെ ദുർലഭമാണ്. എങ്കിലും അവിടെ പൂർവജന്മത്തിൽ ചെയ്ത സാധനയുമായിട്ട് ബന്ധം വരും. അങ്ങനെ പൗർവദൈഹികം ബുദ്ധി സംയോഗം ലഭതേ, പൂർവദേഹത്തിൽ സംഭവിച്ച ബുദ്ധിയുമായി സംയോഗം ലഭിക്കും. എന്നിട്ടോ കൂടുതൽ പ്രയത്നിക്കും. ഈ ബുദ്ധി സംയോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനു വേണ്ടി പ്രയത്നിക്കും. അതുവരെയുള്ള ജീവിതക്രമമൊക്കെ അങ്ങ് മാറും. പെട്ടെന്ന് ഒരു പരിവർത്തനം ആ ജീവനിൽ നമ്മൾ കാണും. ഈ പറയുന്ന ഭഗവാൻ പറഞ്ഞ ഈ ആശയം സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ, നമ്മുടെ ജീവിതം, ഓരോരുത്തരുടെയും ജീവിതം നിരീക്ഷിക്കുക. ഇനി എത്രയോ അറിയപ്പെടാത്ത ദിവ്യവിഭൂതികളായ എത്രയോ മഹാപുരുഷന്മാർ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരെ നിരൂപണം ചെയ്യാൻ നമുക്ക് കഴിയില്ല. കാരണം അവർ അറിയപ്പെടാത്തവരാണ്. അതുകൊണ്ട് അവർക്ക് മഹത്വം കുറവാണെന്നല്ല അർത്ഥം, മഹത്വം കൂടുതലാണെന്നും അല്ല അർത്ഥം. അപ്പൊ നമുക്ക് നിരൂപണം ചെയ്യാൻ കഴിയുക അറിയപ്പെടുന്നവരെ കുറിച്ചാണ്. അപ്പൊ ലോകത്തിൽ അറിയപ്പെടുന്ന മഹാത്മാക്കളുടെ ജീവിതം ഒന്ന് പഠിച്ചു നോക്കിയാൽ മതി, നമുക്ക് കാണാൻ കഴിയും. ആ ബുദ്ധി സംയോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രയത്നശാലികളായി അവര്, അതാണ് പറയുക, പൂർവാഭ്യാസേന തേനൈവ ഹ്രിയതേ ഹ്യവശോപി സഹ. അവശനായിട്ട് അവര് തൻ്റെ തന്നെ പൂർവാഭ്യാസത്താൽ ആകർഷിക്കപ്പെടും. എന്നിട്ട് പറയുകയാണ് ജിജ്ഞാസുരഭിയോഗസ്യ ശബ്ദബ്രഹ്മാതിവർത്ത. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. യോഗത്തിന്റെ ജിജ്ഞാസു പോലും ശബ്ദബ്രഹ്മത്തെ അതിക്രമിക്കുന്നു. അപ്പൊ ഒരു സാധന, ജ്ഞാന സാധനാ മാർഗത്തിൽ നമ്മൾ നീങ്ങുമ്പോൾ അവിടെ സാമാന്യമായ വിധിനിഷേധങ്ങൾ, സാമാന്യമായ ലൗകിക നിയമങ്ങളെല്ലാം അപ്രസക്തമായി മാറും. അപ്പൊ പിന്നെ വിജ്ഞാനിയെ കുറിച്ച് പറയേണ്ടതുണ്ടോ? ജ്ഞാനസാധകനെ സംബന്ധിച്ചു പോലും സാമാന്യ ലൗകിക നിയമങ്ങളും വിധിനിഷേധങ്ങളും അപ്രസക്തമാകും. അതാണ് ജിജ്ഞാസുരപി യോഗസ്യ ശബ്ദബ്രഹ്മാതിവർത്തത. യോഗത്തിന്റെ ജിജ്ഞാസു പോലും ശബ്ദബ്രഹ്മത്തെ, വേദത്തെ, വിധിനിഷേധാത്മകങ്ങളായ ഭാവങ്ങളെ അതിക്രമിക്കുന്നു. വിധിനിഷേധാത്മകമായ ഒരു ജീവിതക്രമം നമ്മൾ നോക്കുമ്പോൾ, ഉദാഹരണം പറഞ്ഞാൽ വൈദിക ജീവിത പദ്ധതി അനുസരിച്ച് ഇപ്പൊ 2 സമയത്തും സന്ധ്യാവന്ദനം ചെയ്യണമെന്ന് വിചാരിച്ചോളൂ, ഉദാഹരണത്തിന്. അല്ലെങ്കിൽ ഇതരങ്ങളായ നിത്യകർമ്മങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. ഇനി വിവാഹിതരാണെങ്കിൽ കുടുംബ പരിപാലനം ചെയ്യണം എന്ന് വിചാരിച്ചോളൂ. ഇതൊക്കെ സ്മൃതികൾ നിർദ്ദേശിക്കുന്നതാണ്. എന്നാൽ ജ്ഞാനവിചാര സാധനാ മാർഗത്തിൽ ജിജ്ഞാസു ആകുമ്പോൾ തന്നെ അതൊക്കെ അപ്രസക്തമായി തീരും.
അയാൾ അത്തരം വിധി നിഷേധങ്ങൾക്കൊക്കെ ഉപരിയെത്തും. അപ്പൊ പിന്നെ ജ്ഞാനിയെ കുറിച്ച് പറയാനുണ്ടോ? അയാളെ സംബന്ധിച്ച് ഒരു വിധിയുമില്ല, നിഷേധവുമില്ല. അയാൾ സന്ധ്യാവന്തനാദി അല്ലെങ്കിൽ നിത്യകർമാദി സകലത്തിൽ നിന്നും മുക്തനാകുന്നു. ഇന്നലെ വരെ ഏതേത് നിയമങ്ങൾ അയാളെ ബന്ധിച്ചിരുന്നോ അവക നിയമങ്ങളില്ല എന്നർത്ഥം. അത് ശ്രദ്ധിക്കുക. തുടർന്ന് 44 ഭാഷ്യം വായിച്ചൊന്നാവും. 45 കുതഃ ച യോഗിത്വം ശ്രേയഃ ഇതി. കുതഃ ച യോഗിത്വം ശ്രേയഃ ഇതി. എന്തുകൊണ്ട് യോഗിത്വം ശ്രേഷ്ഠമാണ്? യോഗിത്വം ഏറ്റവും ശ്രേഷ്ഠമാണ്. സാധനാമാർഗത്തിൽ യോഗചര്യയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമാണ്. എന്തുകൊണ്ട്? അതാണ് പറയുന്നത്. നോക്കൂ. പ്രയത്നാത്യതമാനസ്തു യോഗി സംശുദ്ധ കിൽബിഷഃ അനേക ജന്മ സംസിദ്ധഃ തതോ യാതി പരാം ഗതിം. പ്രയത്നാത്യതമാനസ്തു യോഗി സംശുദ്ധ കിൽബിഷഃ അനേക ജന്മ സംസിദ്ധഃ തതോ യാതി പരാം ഗതിം. പ്രയത്നാത് യതമാനഃ തു യോഗി സംശുദ്ധ കിൽബിഷഃ. സംശുദ്ധ കിൽബിഷഃ അനേക ജന്മ സംസിദ്ധഃ തതോ യാതി പരാം ഗതിം. പ്രയത്നാത് പ്രയത്നപൂർവം യതമാനഃ യത്നിക്കുന്ന. യതമാനഃ എന്ന് പറഞ്ഞാൽ യത്നിക്കുന്നവൻ എന്നാണ്. പ്രയോഗം ശ്രദ്ധിക്കേണ്ടതാണ്. യതമാനഃ എന്ന് പറഞ്ഞാൽ തന്നെ യത്നിക്കുന്നവെന്നാണ്. എന്നിട്ട് അതിനോട് വിശേഷണം ചേർത്തു പ്രയത്നാത്, പ്രയത്നത്തോടു കൂടി പ്രയത്നിക്കുന്നവൻ. അങ്ങനെ എന്താ അല്ല, വല്ലാത്ത പ്രയോഗമാണ്. യത്നത്തോടു കൂടി യത്നിക്കുന്നവൻ എന്ന് വെച്ചാൽ അത്രയും നിരീക്ഷണ പാടവത്തോടുകൂടി ശ്രദ്ധയോടുകൂടി മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണുണ്ട്. അവിടുന്ന് പിടിച്ചു കൊണ്ടുവന്ന് മനസ്സ് വഴങ്ങിയിട്ടൊന്നുമില്ല. വഴങ്ങാത്തത് കൊണ്ട് അതങ്ങ് ഓടും. പക്ഷെ പ്രയത്നപൂർവം സാധനയിലേക്ക് ഘടിപ്പിച്ച്, വിചാരത്തിലേക്ക് ഘടിപ്പിച്ച് അങ്ങനെ സാധനാനുഷ്ഠാനം ചെയ്യുന്ന യോഗി ക്രമേണ സംശുദ്ധ കിൽബിഷഃ, സംശുദ്ധ കിൽബിഷനായി. കിൽബിഷം പാപം, മാലിന്യം. സംശുദ്ധ കിൽബിഷഃ എന്ന് പറഞ്ഞാൽ പാപം, മാലിന്യം എല്ലാം നീങ്ങി സംശുദ്ധനായി, സമ്യക് ശുദ്ധനായി, നല്ല പോലെ ശുദ്ധനായി. അങ്ങനെ അനേക ജന്മ സംസിദ്ധ, അനേക ജന്മ സംസിദ്ധ, അനേക ജന്മങ്ങളിൽ സംസിദ്ധനായി. അനേക ജന്മങ്ങളിൽ സംസിദ്ധനാവുക എന്ന് പറഞ്ഞാൽ അനേക ജന്മങ്ങളിലൂടെ സംസിദ്ധനാവുക. അനേക ജന്മങ്ങളിലൂടെ സംസിദ്ധനാവുക. ഈ പദവും ശ്രദ്ധിക്കേണ്ടതാണ്. തതഃ
അനന്തരം യാതി പ്രാപിക്കുന്നു. എന്തിനെ? പരാം ഗതിം, പരമമായ ഗതിയെ പ്രാപിക്കുന്നു. ഇതാണ് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, പ്രയത്നാദ്യതമാനഃ. ഈ ഒരു പദം എന്തുകൊണ്ട് ഭഗവാൻ പ്രയോഗിച്ചു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മൾ സാധനാമാർഗത്തില് ഒരാളെ കാണിച്ചിട്ട് കുറെ പേര് മിഠായി കഴിക്കാൻ പാടില്ല, കുറെ പേരെ കാണിച്ചിട്ട് ഒരാൾക്ക് കഴിക്കാം. സാധനാമാർഗത്തിൽ പ്രവർത്തിക്കുമ്പോ ഞാൻ എത്ര കാലമായി അനുഷ്ഠാനം ചെയ്യണു, മനസ്സടങ്ങിയിട്ടില്ല, ഇനിയിപ്പോ ഇതൊന്നും വേണ്ട, ഇതിലൊന്നും വലിയ അർത്ഥമില്ല, ഇങ്ങനെയൊക്കെ ചില തോന്നലുകളൊക്കെ പലർക്കും ഉണ്ടാവാം. ഇവിടെ ഉള്ളവർക്കും ഉണ്ടായിട്ടല്ല പറയണത്, എന്നാലും അങ്ങനെ ഉണ്ടാവാം. അവിടെയാണ് ഈ വാക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രയത്നാദ്യതമാണ്, പ്രയത്നപൂർവം പ്രയത്നിക്കുന്നവനാണ്. കാരണം നമ്മളില് ഒരാൾക്ക് സാധനാമാർഗത്തിലേക്ക്, പദ്ധതിയിലേക്ക്, വിചാരത്തിലേക്ക്, സ്വാധ്യായത്തിലേക്ക് ഒരു പ്രവൃത്തിയോ ആകർഷണമോ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തന്നെ ഒരു സംശയമില്ലാതെ പറയാം, ജന്മജന്മാന്തരങ്ങളായി ചെയ്ത സാധനയുടെ അല്ലെങ്കിൽ സൽക്കർമ്മങ്ങളുടെ സംസ്കാരം അയാളിലുണ്ട്. അതിൽ യാതൊരു സംശയമില്ല. കാരണം സമ്പന്നന്മാർക്കേ സാധനാമാർഗത്തിൽ പ്രവർത്തിക്കാൻ പറ്റൂ. പക്ഷെ അതേ സമയത്ത് മനസ്സിലാക്കണം, ഇതര വിപരീതങ്ങളായ സംസ്കാരങ്ങൾ നമ്മളിലുണ്ട്. നമ്മൾ തന്നെ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ദിവസം നമ്മളൊന്ന് അപഗ്രഥിച്ചാൽ മതി. ഒരു ദിവസം ഇപ്പൊ 24 മണിക്കൂർ, അതിൽ നമ്മൾ ശാസ്ത്ര വിചാരത്തിന് സമയം വെക്കുന്നു, വേദാന്ത അധ്യയനം ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രാണായാമാദികളെ ചെയ്യുന്നു, അല്ലെങ്കിൽ ജപാദികളെ ചെയ്യുന്നു, എന്തോട്ടെ. അതോടൊപ്പം നമ്മൾ വേറെ പലതും ചെയ്യുന്നുണ്ട്. കുറച്ചൊക്കെ പരദൂഷണം ചെയ്യുന്നുണ്ട്, ഇല്ലേ? ഇല്ല, കുറച്ചൊക്കെ മറ്റു പല വിഷയങ്ങളിലും നമ്മൾ ഇടപെടുന്നുണ്ട്, പല വർത്തമാനങ്ങളും ഉണ്ട്. ഈ സാധനയ്ക്ക് അനുഗുണമല്ലാത്തതും നമ്മൾ ചെയ്യുന്നുണ്ട്. എന്താ അഭിപ്രായം? ഇല്ലേ? ഉണ്ട്. അപ്പൊ ഓരോ ദിവസത്തെ ജീവിതത്തിൽ പോലും ഭിന്നങ്ങളായ സംസ്കാരങ്ങളെ ഉണ്ടാക്കുന്ന കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ജന്മജന്മാന്തരങ്ങളായുള്ള ഒരു ജീവന്റെ ഗതിയിൽ എന്തെല്ലാം അനുകൂല പ്രതികൂല സംസ്കാരങ്ങൾ നമ്മളെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഉള്ളിലൊക്കെ എന്തൊക്കെ സംസ്കാരങ്ങളാണുള്ളത് നമുക്കറിയോ? നമുക്ക് തന്നെ അറിയില്ലേ, പിന്നല്ലേ അത് സന്ദർഭം വരുമ്പോഴേ പുറത്തു വരുള്ളൂ. ഇപ്പൊ എൻ്റെ ഉള്ളിൽ കാമമുണ്ടോ, എൻ്റെ ഉള്ളിൽ ക്രോധമുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം അന്ധകരണത്തിന്റെ ഉപരിതലത്തിൽ വരുന്ന വൃത്തികളാണ്. പക്ഷെ എൻ്റെ ഉള്ളിൽ അസൂയ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ എളുപ്പമല്ല, വളരെ വിഷമാണ്. കാരണം അടിത്തട്ട് കിടക്കുന്ന വൃത്തികളാണ്, വളരെ വിഷമാണ് മനസ്സിലാക്കാൻ. ഒരു സാധകന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയാം താരതമ്യ ബുദ്ധി. അപ്പൊ എന്റെ ഉള്ളിൽ താരതമ്യ ബുദ്ധി ഉണ്ടോ, ഇതൊക്കെ തിരിച്ചറിയണമെങ്കിൽ വലിയ വിഷമാണ്, എളുപ്പമല്ല. അപ്പോ വിരുദ്ധങ്ങളോ വിപരീതങ്ങളോ ആയ സംസ്കാരങ്ങളുടെ ഒരു ശേഖരമാണ് നമ്മൾ ഓരോരുത്തരും. അതിൽ സാധനാ സംസ്കാരം കൂടുതലുള്ളത് കൊണ്ട് നമ്മൾ ശാസ്ത്ര ശ്രവണത്തിലേക്ക് വരുന്നു,
അല്ലെങ്കിൽ യോഗാഭ്യാസത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഭക്തി സാധനയിലേക്ക് പ്രവേശിക്കുന്നു, പൂജ ഹോമാദി കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കണം എന്നൊക്കെ പറയാം. പക്ഷെ മറ്റതുമുണ്ട്, അതിനും പ്രാബല്യമുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പ്രയത്നപൂർവം വിവേകത്തോടു കൂടി സദാസമയവും നിരീക്ഷണം ചെയ്ത് എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ഗതിവിഗതികളെ നിരീക്ഷിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. യഥോ നിശ്ചരതി മനശ്ചഞ്ചലം അസ്ഥിരം തതസ്തോ നിയമ്യത് ആത്മന്യേവ വശം നയത്. നേരത്തെ പറഞ്ഞു, നേരത്തെ ഒരു സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. എവിടുന്ന് ഏതേത് നിമിത്തങ്ങളെ കൊണ്ടാണോ മനസ്സ് ആത്മാനുസന്ധാന മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത്, അവിടെ പിടിച്ചു കൊണ്ടുവരണം. അവിടെ കുറച്ച് താമസിച്ചോട്ടെ എന്ന് വിചാരിച്ചാൽ എന്താണ്, അത് പ്രശ്നമാവും. അപ്പൊ പിടിച്ചോണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിടിക്കാലോ എന്ന് വിചാരിച്ചാൽ തിരിച്ചു പോരുമ്പോൾ വേറെ പലരും ഉണ്ടാവും കൂടെ. ഇല്ലേ, ഒറ്റയ്ക്കാവില്ല. പിന്നെ തിരിച്ചു വരും, പോണത് ഒറ്റയ്ക്കായിരിക്കും, തിരിച്ചു വരെ വേറെ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാവും. ഒരു സംശയമില്ല. അതാണ് മനസ്സിന്റെ സ്വഭാവം. ഈ മനസ്സ് എന്നുള്ളത് നപുംസകലിംഗാണ്. പക്ഷെ നപുംസക എന്നുള്ളതുകൊണ്ട് അത് ധൈര്യപ്പെടുന്നും വേണ്ട. നപുംസക അല്ല. അത് ആണാവേണ്ട അടുത്ത് ആണാവും, പെണ്ണാവേണ്ട അടുത്ത് പെണ്ണാവും, ഒക്കെയാവും. അപ്പൊ ഏതേത് നിമിത്തം കൊണ്ട് പോകണ്ട അവിടുന്ന് പിടിച്ചു കൊണ്ടുവരാൻ കഴിയണം. അതിന് നല്ല നിരീക്ഷണം വേണം. ആ നിരീക്ഷണം നമുക്ക് ചെയ്യാൻ മനസ്സിന്യ ഉപാധി. വേറെ ആരാളുള്ളത്? വേറെ ഉപാധി ഇല്ലല്ലോ. അപ്പൊ യവനെ കൊണ്ട് തന്നെ യവനെ തന്നെ നിരീക്ഷിപ്പിക്കണം. അങ്ങനെ അത്യന്തം പ്രയത്നശാലിയായി സാധനാനുഷ്ഠാനത്തിൽ കഴിയുന്ന യോഗി ക്രമേണ സംശുദ്ധ കിൽബിഷനായി മാറും. തൻ്റെ ഉള്ളിലത്തെ മനോമാലിന്യങ്ങളെ ഒന്നൊന്നായി നീക്കം ചെയ്ത് അങ്ങനെ പാപരഹിതനായി തീരും. ദുർവാസനകൾ ക്രമേണ കുറഞ്ഞു വരും. എത്ര കാലം കൊണ്ട്? അത് പറയാൻ പറ്റില്ല. എത്ര നീ കൂട്ടി വെച്ചിട്ടുണ്ടോ അത്രയും. വേറെ ആരും അല്ലല്ലോ നമുക്ക് ഈ സംസ്കാരങ്ങളെ തന്നിട്ടുള്ളത്, നമ്മൾ തന്നെയാണ്. അത് വേറെ ആരും നമ്മിൽ നിന്ന് ഭിന്നനായ ഏതോ ദൈവമോ സാത്താനോ ഒന്നും തന്നതല്ല. നമ്മൾ തന്നെ ജന്മജന്മാന്തര കർമ്മങ്ങളിലൂടെ സഞ്ചയിച്ചതാണ്. അതുകൊണ്ട് അത് ഇല്ലാണ്ടാക്കേണ്ട പണിയും നമ്മുടെ തന്നെ പണിയാണ്. ദൈവമേ മനഃശുദ്ധി ഉണ്ടാക്കണേ, ദൈവത്തിന്റെ പണിയാ മനഃശുദ്ധി ഉണ്ടാക്കല്. ചിന്തിക്കുക. അങ്ങനെ പ്രയത്നിച്ച് സംശുദ്ധ കിൽബിഷനാകുമ്പോൾ അനേക ജന്മ സംസിദ്ധ, അനേക ജന്മനി സംസിദ്ധ, അനേക ജന്മങ്ങളിൽ ക്രമികമായി ചെയ്യുന്ന സാധനാവിശേഷങ്ങളിലൂടെ സംസിദ്ധനായിട്ട് കുറേ കൊല്ലം കഴിയട്ടെ നീ ആരും പറയരുത്. എത്ര കൊല്ലം കഴിഞ്ഞിട്ടാ, എത്ര ജന്മം കഴിഞ്ഞിട്ടാ നമുക്കാർക്കെങ്കിലും അറിയോ? അറിയില്ല. ഇതില് ഹാമർ വെച്ച് കരിങ്കല്ല് അടിച്ചു പൊട്ടിക്കുമ്പോ ഇത്ര അടി കൊണ്ട് അത് പൊട്ടുന്ന ആർക്കും അറിയില്ല. അടിക്കുന്നവനും അറിയോ? അറിയില്ല. അവൻ അടിച്ചുകൊണ്ടേയിരിക്കണം. ഏതുവരെ? പൊട്ടുന്നവരെ. ഇത്രയേ ഉള്ളൂ. പൊട്ടുന്നവരെ അടിക്കും. ഇപ്പൊ 40 അടി അടിച്ചാൽ പൊട്ടുന്ന ആദ്യം കണക്കായൊക്കെ അറിയുമായിരുന്നെങ്കിൽ 40 അടികൾ നിന്ന് അടിക്കും. പക്ഷെ അത് അറിയില്ലല്ലോ. 39 അടി അടിച്ച് നിർത്തി ഒന്ന് പോയി ചായയൊക്കെ കുടിച്ച് തിരിച്ചു വന്ന് ഒരൊറ്റ അടി അടിച്ചപ്പോ പൊട്ടി. അത്രയേ ഉള്ളൂ.
ആയ് ഒറ്റയടിക്ക് പൊട്ടിച്ചൂലോ എന്ന് കാണുന്ന ആള് പറയും. ഇതൊരു അത്ഭുതകരമായ മഹിമുള്ള ആളാണ്, ഇത്ര വലിയ കല്ല് ഒറ്റയടിക്കാണ് പൊട്ടിച്ചത് എന്ന് പറയും. അവിടെ മനസ്സിലാക്കേണ്ടത് അയാൾ ഒറ്റയടിക്ക് അല്ല പൊട്ടിച്ചത്. നമ്മൾ കാണുന്നത് അയാൾ ഒരടിക്ക് പൊട്ടിക്കുന്നത്, അത്രയേ ഉള്ളൂ. അയാൾ ചായ കുടിക്കുന്നതിന് മുമ്പ് 39 അടി അടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പൊ വന്നു 40ാമത്തെ അടിച്ചു, അത് പൊട്ടി. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതം. ഓരോ ജന്മത്തിലും എത്ര ചെയ്തു വെച്ചോ അതിന്റെ തുടർച്ച, അടുത്ത ബാക്കി, അടുത്തത്. കിട്ടാം. ഈ ജന്മത്തിൽ ചെയ്യുന്നതിന്റെ ഫലം അപ്പൊ കിട്ടുമോ? കിട്ടാം, കിട്ടാതിരിക്കാം. അത് തള്ളിച്ചയുടെ വേഗം പോലെ ഇരിക്കും. ഇതില് മലമ്പ്രദേശങ്ങളിൽ നിന്ന് മരങ്ങൾ മുറിച്ചിട്ട് കൊമ്പ് ആഞ്ഞ് പാകത്തിനാക്കിയിട്ട് പുഴയിലിടും. അത് മാർക്ക് ചെയ്യും, എന്നത് എന്നാ ലോട്ട് എന്നുള്ള കണക്കുണ്ടാവും. ഇപ്പൊ നിലമ്പൂരിൽ നിന്ന് ഇട്ടുമെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ നിലമ്പൂരിന്റെ കുറച്ചും കൂടി മുകളിൽ നിന്ന് ഇട്ടുമെന്ന് വിചാരിച്ചോളൂ. അതിങ്ങ് ബേപ്പൂർ എത്തുമ്പോഴത്തേക്ക് ദിവസങ്ങൾ പിടിക്കും. ചിലപ്പോൾ ആദ്യം ഇട്ടതായിരിക്കില്ല ആദ്യം എത്തുക, പിന്നെ ഇട്ടതാവും ചിലപ്പോൾ എത്തുക. ചിലപ്പോൾ ആദ്യം ഇട്ടത് ആദ്യം എത്തിയെന്ന് വരും, ചിലപ്പോൾ കൂട്ടം കൂടി ഒന്നായിട്ട് വരും. അത് ഒഴുക്കിനനുസരിച്ചാണ്. അത് ആ ഒഴുക്കിന്റെ ശക്തി. ചിലപ്പോൾ ഒഴുക്കിന് അവിടെ എവിടെയും തടഞ്ഞു എന്ന് വരും. അപ്പൊ ഇവിടുന്ന് ജോലിക്കാർ പോകും, പോയിട്ട് എവിടെയെങ്കിലും തീരത്ത് തട്ടി തടഞ്ഞു നിൽക്കുന്നുണ്ടോ നോക്കും, ഉണ്ടെങ്കിൽ കുത്തി കൊടുക്കും. ഈ പറഞ്ഞതിൽ ഉത്തരം അടങ്ങിയിട്ടുണ്ടെന്നാ. ഇതിൽ ഉത്തരം അടങ്ങിയിട്ടുണ്ട്. ഇവിടെ ചിലരുണ്ട്, ഇവിടെ ഇതിനു മുമ്പ് കൂടെ കനാലുണ്ട്. ഇതിലൊരു ഏകദേശം ഒരു ജാനുവരി പകുതി ഫെബ്രുവരി ആകുമ്പോൾ വെള്ളം വരും. പിന്നെ ഇവിടെ ഗംഗാപ്രവാഹമാണ്. ഏകദേശം മെയ് മാസം ജൂൺ മഴ തുടങ്ങണ വരെ ഗംഗയാണ് അവിടെ പുറത്തു. അതാണ് നമ്മളെ ഗംഗ. ഇവിടെ എല്ലാവർക്കും സന്യാസമൊക്കെ അയിൽന്നാ പതിവ്. അപ്പോ വിഷയം എന്താന്ന് ചോദിച്ചാൽ, കുറച്ച് അപ്പുറയുള്ള പറമ്പത്തെ ആൾക്കാരൊക്കെ അവിടുന്ന് തേങ്ങ, ഇവിടെ ആയിരിക്കും ഉടമസ്ഥന്മാരുണ്ടാവുക. പറമ്പ് കുറെ അപ്പുറത്താവും, തേങ്ങ അതിലിടും, എന്നിട്ട് ഇവിടെ പിടിക്കാൻ വെക്കും. ചിലപ്പോൾ കിട്ടൂല, ചിലപ്പോൾ ബിരുദന്മാർ നടുവെന്ന് പിടിച്ചിട്ടുണ്ടാവും. അതുപോലെ ഇക്കാര്യത്തിൽ പിടിക്കൽ നടക്കില്ല കേട്ടോ, പിടിക്കൽ നടക്കില്ല. പിന്നെ കനാലായതുകൊണ്ട് പൊതുവെ തട്ടി തടഞ്ഞു നിൽക്കില്ല, കാരണം അത് പുഴയാകുമ്പോൾ തട്ടി തടഞ്ഞു നിൽക്കും. അപ്പോ ഈ ജന്മത്തിലെ കർമ്മഫലം ഇന്ന് ഈ ജന്മത്തിൽ തന്നെ അനുഭവിക്കാം. പക്ഷെ മുൻ ജന്മങ്ങളുടെ തള്ളിച്ചെത്ര ഉണ്ട്, അപ്പൊ അത് ആദ്യം അനുഭവിക്കേണ്ടി വരും. ചിലപ്പോൾ ഈ ജന്മത്തിൽ അനുഭവിക്കാൻ നമ്മൾ 5ഓ 10ഓ ജന്മം മുമ്പുള്ളതായിരിക്കും. അതിന് തള്ളിച്ചങ്ങോട്ട് വരികയും അപ്പൊ നമ്മൾ പറയും, അയ്യോ നല്ലത് മാത്രം ചെയ്ത മനുഷ്യനാട്ടോ, എന്നിട്ട് കഷ്ടപ്പെടുന്നത് കണ്ടില്ലേ. അല്ലെങ്കിൽ പറയും, ആ ദുഷ്ടൻ എന്നിട്ട് എത്ര സുഖായിട്ടാ ജീവിക്കണത് എന്ന് പറയും. എടേ അത് കഴിഞ്ഞാൽ തുടർച്ച വരികയാണ്. ആ തള്ളിച്ചങ്ങോട്ട് തീർന്നാൽ ഇത് പുറപ്പെടുകയായി. ഗഹനാ കർമ്മണോ ഗതി, കർമ്മത്തിന്റെ ഗതി വളരെ ഗഹനാണ്. അത് പുറമെ കാണണമെന്നല്ല. ചിലര് പണി എടുപ്പിക്കാൻ വലിയ സന്തോഷമാണ്, കൂലി കൊടുക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. അവരിന്ന് എടുത്ത പണിക്ക് കുറച്ച് കൊടുക്കുന്നു, ബാക്കി നാളെ. പൈസ ഉണ്ടാവും കയ്യിൽ, എന്നാലും കൊടുക്കില്ല, നാളെ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ചിലർ പണി തീരുന്നതിന് മുമ്പ് കയറുന്നതിന് മുമ്പ് കൊടുക്കണുണ്ട്. ഇതൊക്കെ ഓരോരോ കർമ്മത്തിന്റെ ഫലരൂപങ്ങളാണ്. അത് ഏത് തരം കർമ്മം എന്നുള്ളതിനനുസരിച്ചിരിക്കും ഇല്ലേ. അത് കർമ്മത്തിനും ഫലം പിടിച്ചു വാങ്ങാനുള്ള ഒരു സ്ഥിതിയുണ്ട്. അതൊന്നും പറയാൻ വയ്യ, വരും എന്നുള്ളതിൽ സംശയമില്ല. കർമ്മത്തിന് ഫലം വന്നേ തീരൂ, അത് യാതൊരു സന്ദേഹമില്ല. ശരി. അപ്പൊ അനേക ജന്മ സംസിദ്ധ എന്ന് പറഞ്ഞ പദം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അനേക ജന്മങ്ങളിൽ ചെയ്ത സാധനാവിശേഷങ്ങളുടെ ഫലമായി സമ്യക്കായി സിദ്ധിയെ നേടിയവൻ തതഃ അനന്തരം, സംസിദ്ധനായാൽ മാത്രം പരാം ഗതിം യാതി, പരമഗതിയെ പ്രാപിക്കുന്നു.
പരമഗതിയെ പ്രാപിക്കും. ഇതിന് പറയേണ്ടതില്ല. ഇതാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് യോഗി ഏറ്റവും ശ്രേഷ്ഠനാണ്, സാധകൻ ഏറ്റവും ശ്രേഷ്ഠനാണെന്ന് പറയാം. അതിനുമ്പ് ഈ ഭാഷ്യം നോക്കൂ. പ്രയത്നാത് യതമാനഃ അധികം യതമാനഃ ഇത്യർത്ഥഃ. തത്ര യോഗി വിദ്വാൻ സംശുദ്ധകിൽബിഷഃ വിശുദ്ധകിൽബിഷഃ സംശുദ്ധപാപഃ അനേകേഷു ജന്മസു കിഞ്ചിത് കിഞ്ചിത് സംസ്കാരജാതം ഉപചിത്യ തേന ഉപചിതേന അനേക ജന്മകൃതേന സംസിദ്ധഃ അനേക ജന്മ സംസിദ്ധഃ തതഃ ലബ്ധ സമ്യക് ദർശനഃ സൻ യാതി പരാം പ്രകൃഷ്ടാം ഗതിം. പ്രയത്നാത് യതമാനഃ അധികം യതമാനഃ ഇത്യർത്ഥഃ. തത്ര യോഗി വിദ്വാൻ സംശുദ്ധകിൽബിഷഃ വിശുദ്ധകിൽബിഷഃ സംശുദ്ധപാപഃ അനേകേഷു ജന്മസു കിഞ്ചിത് കിഞ്ചിത് സംസ്കാരജാതം ഉപചിത്യ തേന ഉപചിതേന അനേക ജന്മകൃതേന സംസിദ്ധഃ അനേക ജന്മ സംസിദ്ധഃ തതഃ ലബ്ധ സമ്യക് ദർശനഃ സൻ യാതി പരാം പ്രകൃഷ്ടാം ഗതിം. അപ്പൊ പ്രയത്നാത് യതമാനഃ, പ്രയോഗം വളരെ ശ്രദ്ധേയമാണെന്ന് നേരത്തെ പറഞ്ഞു. പ്രയത്നപൂർവം പ്രയത്നിക്കുന്നത്. കാരണം നമ്മളാരെങ്കിലും ഇങ്ങനെയൊക്കെ പ്രയോഗിച്ചാൽ തെറ്റായ പ്രയോഗാന്ന് പറയും നാട്ടുകാർ, ഇല്ലേ? അതെ, പ്രയത്നപൂർവം പ്രയത്നിക്കുന്നവൻ. ഭാഷകാരന്റെ അർത്ഥം പറയാണ് അധികം യതമാന. അതിനെ പറയാനൊക്കും. അധികമായിട്ട് പ്രയത്നിക്കുന്നവൻ, പ്രയത്നിക്കുന്നവൻ. നേരത്തെ അർത്ഥം പറഞ്ഞ മറക്കരുതേ. കാരണം നമ്മുടെ തന്നെ മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും കളികളെ നമ്മൾ തന്നെ നിരീക്ഷിക്കുമ്പോൾ ഒന്ന് പ്രയത്നിച്ച് നേരെയാക്കേണ്ടി വരും. അധികം യതമാനഃ ഇത്യർത്ഥഃ. അത്ര യോഗി വിദ്വാൻ, യോഗി എന്നുള്ളതിനൂടെ വിദ്വാൻ എന്നാണ് ഭാഷകാരൻ അർത്ഥം പറയുന്നത്. വിവേകത്തോട് കൂടിയവൻ. സംശുദ്ധകിൽബിഷഃ വിശുദ്ധകിൽബിഷഃ സംശുദ്ധപാപഃ, പാപം മുഴുവൻ നീങ്ങി സംശുദ്ധനായവൻ. പാപങ്ങൾ മാലിന്യങ്ങളൊക്കെ നീങ്ങി ശുദ്ധായി. ഇവിടെ ശ്രദ്ധിക്കണം, ഈ പാപശബ്ദം വൈദിക ശാസ്ത്രങ്ങളിൽ വരുമ്പോൾ പലപ്പോഴും ഇന്ന് ധാരാളം പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഹൈന്ദവ ശാസ്ത്രങ്ങളിലും പാപമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അബ്രഹാമിക് മതങ്ങളിൽ പറയുന്ന പാപവും ഇവിടെ പറയുന്ന പാപവും ഭിന്നമാണ്. ഇത് കർമ്മങ്ങളിലൂടെ നമ്മൾ തന്നെ നമ്മളിൽ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അത് ഇല്ലാതാക്കാൻ നമുക്ക് തന്നെ കഴിയും. പാപം നിത്യപാപം എന്നൊന്നില്ല. കർമ്മം അനിത്യമായതുകൊണ്ട് കർമ്മജനിതമായ പാപവും അനിത്യമാണ്, നിത്യപാപമില്ല. അപ്പൊ നമുക്ക് തന്നെ നമ്മുടെ സൽക്കർമ്മങ്ങളെ കൊണ്ട്, സദ്വിചാരങ്ങളെ കൊണ്ട്, സത്സംഗങ്ങളെ കൊണ്ട് ഇന്നലെകളിൽ നമ്മൾ ആർജിച്ചതിനെ മാറ്റിയെടുക്കാൻ കഴിയും. ഇനി ഫലം പ്രദാനം ചെയ്താലും ഒരു കർമ്മഫലം പ്രദാനം ചെയ്യുന്നതോടുകൂടെ അത് കഴിഞ്ഞു. അപ്പൊ ഒരു പാപത്തിന് ഉചിതമായ ഫലം അനുഭവിച്ചാൽ അത് കഴിഞ്ഞു. അല്ലാണ്ട് നിത്യനരകം എന്നൊന്നില്ല, നിത്യസ്വർഗം എന്നൊന്നില്ല. ഈ അർത്ഥത്തിലും ഭാവത്തിലുമാണ് വൈദിക ശാസ്ത്രങ്ങളിൽ പുണ്യ പാപ ശബ്ദങ്ങൾ പ്രയോഗിച്ചിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന എന്നൊന്നില്ലാത്തത്.
നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന ഇല്ലണ്ടോ? ഇല്ല. ക്രിസ്ത്യാനിറ്റിയിൽ ഏറ്റവും പ്രധാനം മധ്യസ്ഥ പ്രാർത്ഥനയാണ്. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന ഇല്ല. ചിലത് ഇവിടെ വന്ന് പറയും, സ്വാമി പ്രാർത്ഥിക്കണേ എനിക്ക് വേണ്ടി, നിനക്കെന്താ പണി? ചിലത് പറയാറുണ്ട്, എന്നോട് നേരിട്ട് പറയാറുണ്ട്, സ്വാമി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിനക്കെന്താ വേണ്ടി? നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. നമ്മൾ പിന്നെന്താ കച്ചവടം? സ്വാമി എനിക്ക് വേണ്ടി ചോറുണ്ണണേ, എനിക്ക് വേണ്ടി വെള്ളം കുടിക്കണേ. ഓ, നിനക്ക് വേണ്ടി ഞാനല്ലേ കുടിക്കണത്. എനിക്ക് കുടി, ഞാൻ കുടിക്കും, നീ നിനക്ക് വേണ്ടി കുടിക്കും. എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഇത്രയാണ്, നിനക്ക് വെള്ളം തരാം. അല്ലാതെ നിനക്ക് വേണ്ടി വെള്ളം കുടിക്കാൻ എനിക്ക് കഴിയും? ഇല്ല. ചിന്തിക്കുക, നിനക്ക് വേണ്ടി ഞാനെങ്ങനെയാ പ്രാർത്ഥിക്കുക? ഫോട്ടോതരം അല്ലാതെന്താ? ഓ, സങ്കല്പിക്കാം, പിന്നല്ലാണ്ട് സങ്കല്പിക്കാം. മധ്യസ്ഥനില്ല എന്നാ പറഞ്ഞു. നാദത്തെ കസ്യജിത് പാപം നൈവ സുകൃതം വിഭു. ഇതാണ് നമ്മുടെ വൈദികമായ കാഴ്ചപ്പാട്. ആരുടെ പുണ്യത്തെയും ഭഗവാൻ എടുക്കണില്ല, ആരുടെ പാപത്തെയും ഭഗവാൻ എടുക്കണില്ല. അപ്പൊ ജനങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, ഞാൻ നല്ലോണം പ്രാർത്ഥിച്ചു, ജപിച്ചു, ഹോമം ചെയ്തു, പൂജ ചെയ്തു, എന്റെ പാപമൊക്കെ ഭഗവാൻ എടുത്തു. അജ്ഞാനം കൊണ്ട് പറഞ്ഞത്, അത് അജ്ഞാനേന ആവൃതം ജ്ഞാനം. അതുകൊണ്ട് വെറുതെ വിഡിതം പറയുകയാണത്. എല്ലാരും പാപവും ഭഗവാൻ എടുത്താൽ ഭഗവാൻ മഹാഭാവിയാവില്ലേ? ആലോചിച്ച് നോക്കൂ. ഒരാളൊരു വൈകി ഒരു 2 കിലോഗ്രാം തൂക്കം കൊടുത്ത് നടന്നു പോകുമ്പോ ഓ, അത് ഞാൻ എടുക്കാട്ടോ, ആ പിടിച്ചോളൂ. മറ്റേ ആൾ കൈയൊക്കെ വീശി നടക്കുകയാണ്. ഇയാൾ ഈ പാവം 2 കിലോ എടുത്തിട്ട് കുറച്ചും കൂടി മുന്നോട്ട് വേറൊരാളുണ്ട് 2 കിലോഗ്രാം തൂക്കം എടുത്ത് നടക്കണം. അത് ഞാൻ എടുത്തോളാം. ഈ പാവം 4 കിലോഗ്രാം എടുത്ത് നടക്കണം. അങ്ങനെ 5-10 എടുത്തപ്പോഴത്തേക്ക് ഇയാൾക്ക് നടക്കാൻ പറ്റാണ്ടാവും. ആരുടെ പാപവും ആരുടെ പുണ്യവും ഈശ്വരൻ ഏറ്റെടുക്കുന്നില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാല് ദേവാലയങ്ങളിലുള്ള വരുമാനം കുറയും കേട്ടോ. അമ്പലങ്ങളിലൊക്കെ പണം കുറയും. ബാക്കി ഓർമ്മിച്ചോളുക. നാദത്തെ കസ്യജിത് പാപം നൈവ സുകൃതം വിഭു. അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. ഇരിക്കട്ടെ. അപ്പോൾ അനേകേഷു വിശുദ്ധ കിൽപിഷഃ സംശുദ്ധ പാപഃ, പാപം കഴുകിക്കളഞ്ഞവൻ, ശുദ്ധായവൻ. അനേകേഷു ജന്മസു കിഞ്ചിത് കിഞ്ചിത് സംസ്കാരജാതം ഉപചിത്യ. ഓരോ ജന്മത്തിലും കുറച്ച് കുറച്ച് പുണ്യം സഞ്ചയിച്ച് ഇതുപോലെ തന്നെ തിരിച്ചു കിട്ടുക. ഓരോ ജന്മത്തിലും കുറച്ച് കുറച്ച് പാപം സഞ്ചയിച്ച് അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ പുണ്യപാപ മിശ്രമായിരിക്കുന്ന കർമ്മഫലങ്ങളെ നേടിയിട്ട് ആണ് നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഏതിനാണോ പ്രഭാവം അത് ഫലത്തെ ചെയ്യും. അത് ഫലത്തെ ചെയ്യുമെന്ന് പറയുമ്പോൾ മറ്റേ സംസ്കാരം ഇല്ല എന്നല്ല അർത്ഥം. അതുണ്ട്. അതിങ്ങനെ ചേർന്ന് വരും. എവര് ചേർന്ന് വരും. കാര്യം ചെയ്യാൻ സമർത്ഥാവുമ്പോ ഒത്തി വരും. അത് ശ്രദ്ധിച്ചിട്ടില്ല? ഈ കഷ്ടപ്പാടൊക്കെ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നിന് പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും. അവിടെ കാലുളുക്കി വൈദ്യരെടുത്ത് പോകാൻ നോക്കുമ്പോ വണ്ടി കയറി വണ്ടി മറിഞ്ഞ് കഴുത്ത് ഉളുക്കി, കഴുത്തും കാലുളുക്കി പോകുമ്പോഴത്തേക്ക് വൈദ്യരെടുത്ത് എത്തിയപ്പോഴത്തേക്ക് വഴിക്ക് വീണ് എല്ലും പൊട്ടി. അപ്പോഴത്തേക്ക് പൈസയില്ല. ഒക്കെ കൂടി ഒന്നിച്ചാ വിദേശത്തില്ല. ഒരു ദുരിതം വരുമ്പോൾ എല്ലാം കൂടി വരാ ഇതിന് ചേർന്ന് വരും. അത് മഹാപാപികളല്ല അവര്. ചെറിയ ചെറിയ പാപങ്ങൾ ചേർന്ന് ബലം കൂടി വരിക. അപ്പൊ ഓരോന്നും ഫലത്തെ തരും. മഹാഭാവിയാവുമ്പോൾ ഒന്നായിട്ട് ആൾ കിട്ടും. കഴിഞ്ഞു, അതോടുകൂടി കഴിഞ്ഞു. തമാശ പറയാണേ, അതാണ് കിഞ്ചിത് ഉപചിത്യ. ഓരോ ജന്മങ്ങളിലും കുറച്ച് പുണ്യം സമ്പാദിച്ച്
അങ്ങനെ പുണ്യത്തിന്റെ സംസ്കാരം വർദ്ധിച്ചു വരും. അതാണ് അനേകേഷു ജന്മസു കിഞ്ചിത് കിഞ്ചിത് സംസ്കാരജാതം ഉപജിത്യ. അനേക ജന്മങ്ങളിൽ കുറച്ച് സത് സംസ്കാരം ശേഖരിച്ച് തേന ഉപജിതേന, അങ്ങനെ സഞ്ചയിച്ചു വെച്ച, ചേർത്ത് വെച്ച പുണ്യ സംസ്കാരത്തെ കൊണ്ട് അനേക ജന്മകൃതേനോ സാധനയാ, അനേക ജന്മകൃതമായ സാധന കൊണ്ട്, കുറച്ചാണ് ഓരോ ജന്മത്തിലും, അതിങ്ങനെ കൂട്ടി വെക്കും. കാരണം നഷ്ടപ്പെടുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞു വ്യക്തമായിട്ട്. ഒരു ജന്മത്തിൽ ചെയ്ത സാധനയും നഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ചേർന്ന് വന്ന് എന്തായി? സംസിദ്ധ, അനേക ജന്മ സംസിദ്ധനാവും. തതഃ, അനന്തരം ലബ്ധ സമ്യക് ദർശന, ശരിയായ കാഴ്ച വന്നവനാകും. ലബ്ധ സമ്യക് ദർശന, കാഴ്ച എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ കാഴ്ചയല്ല കേട്ടോ, അതറിയാലോ. ആന്തരികമായ കാഴ്ച വന്നവനാകും, കാണേണ്ടതിനെ കണ്ടവനാകും. ലബ്ധ സമ്യക് ദർശന സൻ യാതി പരാം പ്രകൃഷ്ടാം ഗതിം, അങ്ങനെ പരമമായ സർവോത്കൃഷ്ടമായ പരമദുഃഖ നിവൃത്തി എന്നുള്ള ഫലത്തെ പ്രാപിക്കും. അതുകൊണ്ട് നീ സാധകനായി തീരൂ അർജുന എന്ന് ഉപദേശിക്കുകയാണ്. എന്താ ഉപദേശിക്കുന്നത് നോക്കൂ. യസ്മാദേവം തസ്മാത്, യാതൊരു കാരണം കൊണ്ട് ഇങ്ങനെയാണോ അതുകൊണ്ട്, യാതൊരു കാരണം കൊണ്ട് ഇങ്ങനെയാണോ അതുകൊണ്ട്, ഈ പറഞ്ഞ കാരണം കൊണ്ട്. എപ്പറഞ്ഞ കാരണം കൊണ്ടെന്ന് ചോദിക്കരുത്. എന്തുകൊണ്ട്? 45 ശ്ലോകം പഠിക്കേണ്ടി വരും ഈ പറഞ്ഞ കാരണങ്ങളെ കൊണ്ട്. തപസ്സിഭ്യോധികോ യോഗി ജ്ഞാനിഭ്യോപി മതോധികഃ കർമ്മിഭ്യശ്ചാധികോ യോഗി തസ്മാത് യോഗി ഭവാർജുന. തപസ്സിഭ്യോധികോ യോഗി ജ്ഞാനിഭ്യോപി മതോധികഃ കർമ്മിഭ്യശ്ചാധികോ യോഗി തസ്മാത് യോഗി ഭവാർജുന. നമ്മള് ആത്യന്തികമായി നമ്മളെല്ലാം ഒന്നാണ്. നമ്മളിൽ ഒരു ഭേദവും ഇല്ല, നമ്മളൊക്കെ ഒന്നാണ്. എല്ലാ മനുഷ്യരെയും, എല്ലാ ജീവരാശിയെയും, അതിന് ജീവരാശി എടുക്കേണ്ട എല്ലാത്തിനെയും നമുക്ക് ചേർത്ത് പറയാം ഇതെല്ലാം ഒന്നാണ് എന്ന്. എന്നാൽ ഒരു ദൃഷ്ടിയിൽ എല്ലാം ഒന്നായിരിക്കെ മറ്റൊരു ദൃഷ്ടിയിൽ ഒന്നിനെ പോലെ ഒന്നില്ല. ഇവിടെ നമ്മൾ ഇത്ര പേരേ ഉള്ളൂ. ഈ ലോകം മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ ഒന്നും എടുക്കണ്ട. ഈ പ്രപഞ്ചം മുഴുവൻ എടുത്താലും ഒന്ന് തന്നെയാണ്, സംശയമില്ല. എല്ലാവരും ഒന്നാണ്, എല്ലാവരുടെയും സ്വരൂപം ഒന്നാണ്, സ്വഭാവം ഒന്നാണ്, ഉണ്മ ഒന്നാണ്, സത്ത ഒന്നാണ്. എന്നാൽ ഓരോ വ്യക്തിയെയും നമ്മൾ പ്രത്യേകം എടുത്താൽ ഒരാളെ പോലെ വേറൊരാള് ഉണ്ടാവില്ല. ഈ ലോകത്തിൽ എന്നെ പോലെ ഒരാൾ ഉണ്ടായിട്ടുമില്ല, ഒട്ടുണ്ടാവുകയില്ല, ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ ഓരോരുത്തരും വിശിഷ്ടരാണ്. നമ്മുടെ തിരിച്ചറിവുകള്, പ്രതികരണങ്ങള്, ഉൾക്കൊള്ളുന്നത് എല്ലാം ഭിന്നമായിട്ടായിരിക്കും. ഒരേ സന്ദർഭത്തെ ഒരാൾ ഉൾക്കൊള്ളുന്നത് പോലെയോ അതിനോടൊരാൾ പ്രതികരിക്കുന്നത് പോലെയോ ആയിരിക്കില്ല വേറൊരാൾ ഉൾക്കൊള്ളുന്നതോ പ്രതികരിക്കുന്നതോ. തീർത്തും ഭിന്നമായി, കാഴ്ചപ്പാടുകൾ ഭിന്നമായി. അപ്പൊ ഇത്
സൂക്ഷ്മമായി എന്തുകൊണ്ട് എന്ന് ആലോചിക്കുന്ന സമയത്താണ് ഓരോ വ്യക്തിയുടെയും ഗുണഭേദങ്ങളിലുള്ള വ്യത്യാസങ്ങൾ, ഗുണഘടനയിലുള്ള വ്യത്യാസങ്ങൾ, അതുപോലെ വിചാരതലങ്ങളിലുള്ള വ്യത്യാസങ്ങൾ, ബൗദ്ധിക വിധാനങ്ങളിലുള്ള വ്യത്യാസങ്ങൾ എല്ലാം വിഭിന്നമായി. അപ്പൊ നമ്മളിൽ എന്താണോ നമ്മുടെ ഗുണഘടന, എങ്ങനെയുള്ളതാണോ നമ്മുടെ ബൗദ്ധിക വിധാനം, അതിനനുസരിച്ചാണ് നമ്മൾ കാണുക, ചിന്തിക്കുക, കേൾക്കുക, പ്രവർത്തിക്കുക, പ്രതികരിക്കുക, എല്ലാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം ഒന്ന് തന്നെ എങ്കിലും അതിനെ പ്രാപിക്കാനുള്ള മാർഗങ്ങൾ നിരവധിയുണ്ട്. ഏതെങ്കിലും ഒരു മാർഗം മാത്രം നല്ലത്, മറ്റേ മാർഗം മോശം എന്നൊന്നും പറഞ്ഞേക്കരുത്. പൊതുവെ നമ്മുടെ ഒരു സ്വഭാവമാണ്, നമ്മൾ പോണ മാർഗം നല്ല മാർഗം, ബാക്കിയെല്ലാം കെട്ട മാർഗം. അത് പറയുന്നത് ഓരോരുത്തർ അവനവന്റെ കാഴ്ചപ്പാടിനനുസരിച്ച് പ്രവർത്തിക്കും. അപ്പൊ അവനവൻ ഏത് മാർഗത്തിനാണോ അധികാരിയായിരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള സഞ്ചാരമാണ് അയാൾക്ക് വേണ്ടത്. ലക്ഷ്യം ഒന്നായിരിക്കെ മാർഗം ഭിന്നം തന്നെ. അപ്പൊ ആ ഭിന്നങ്ങളായ മാർഗങ്ങളിൽ ഓരോ വ്യക്തിയും അധികാരിയായിരിക്കുന്നത് ഏതിനാണോ അതിലാണ് അയാൾ പ്രവർത്തിക്കേണ്ടത്. ഗുരുനാഥന്മാര് ആ മാർഗത്തിലാണ് നമ്മളെ പ്രേരിപ്പിക്കുക അഥവാ നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. ഭിന്നമായി ഒരാൾ നിഷ്കാമ കർമാചരണത്തിന്റെ വഴിയാണെന്ന് വിചാരിച്ചോളൂ, വേറൊരാൾ യമ നിയമാസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാനങ്ങളുടെ മാർഗമാണെന്ന് വിചാരിച്ചോളൂ, വേറൊരാൾ ശാസ്ത്ര സ്വാധ്യായത്തിന്റെ ശ്രവണ മനന നിധ്യാസങ്ങളുടെ മാർഗമാണെന്ന് വിചാരിച്ചോളൂ, വേറൊരാളുടെ കീർത്തനങ്ങളുടെ ഭജനകളുടെ ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം ഇത്യാദി മാർഗമാണെന്ന് വിചാരിച്ചോളൂ. ഇതൊന്നും ഒന്നിനേക്കാൾ മീതെയോ ഒന്നിനേക്കാൾ താഴെയോ അല്ല. ഇത് മനസ്സിലാക്കുക. ഒന്നിനേക്കാൾ മീതെയോ താഴെയോ അല്ല. എന്നാൽ ഒരു വ്യക്തി ഏത് മാർഗത്തിലാണോ അധികാരിയായിരിക്കുന്നത് ആ മാർഗത്തിലാണ് അയാൾക്ക് പ്രേരണ ഗുരുനാഥൻ കൊടുക്കുക, ശാസ്ത്രം കൊടുക്കുക. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അയാളോട് പറയുമ്പോ ഏറ്റവും നല്ലത് ഇതാണ് കേട്ടോ എന്ന് പറയും. നിരപേക്ഷമായി നല്ലതുമില്ല ചീത്തയില്ല, ഉണ്ടോ? നിരപേക്ഷമായി നല്ലതും ചീത്തയില്ല. ഈ നല്ലത് ചീത്ത എന്നതൊക്കെ സാപേക്ഷമായിട്ടേ ഉള്ളൂ. അല്ല, നിരപേക്ഷമായിട്ട് വല്ല നല്ലതാരെങ്കിലും പറയാൻ പറ്റുമോ? എന്തെങ്കിലും ഒരു നല്ലതാരെങ്കിലും പറയും? നിരപേക്ഷമായി നല്ലതായിരിക്കണേ, അങ്ങനെ ഉണ്ടാവില്ല, ഉറപ്പാണ്. അല്ലെങ്കിൽ നിരപേക്ഷമായി ചീത്തയായിട്ടൊന്നുണ്ടോ? ഉണ്ടാവില്ല, യാതൊരു സംശയമില്ല, ഉറപ്പാണ്. ചിന്തിച്ചു ഒക്കെ സാപേക്ഷമാണ്. അപ്പോൾ അവനവന് ഏതിലാണോ അധികാരം, ഏതാണോ അവനവന്റെ ഗുണഘടനയ്ക്ക് യോജിച്ചത് അഥവാ അവനവന്റെ ബൗദ്ധിക വിധാനത്തിന് യോജിച്ചത്, അത്തരം മാർഗത്തിലാണ് ഒരാൾ പോകേണ്ടത്. പോരാ, അത്തരം മാർഗത്തിലാണ് ഒരാളെ ആചാര്യന്മാര് പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഭക്തിശാസ്ത്രങ്ങൾ പഠിച്ചാൽ കാണാം ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം ഭക്തിമാർഗമാണ്.
പണ്ട് കൃതയുഗത്തിലും ദ്വാപരത്തിലൊക്കെ വേറെയൊക്കെ പറ്റുമായിരുന്നു. അതൊന്നും ഇപ്പൊ കലിയുഗത്തിൽ പറ്റില്ല. ഇപ്പോ ഭക്തിയേ പറ്റൂ എന്നവർ പറയും. അതിന് കുറെ ശ്ലോകങ്ങളൊക്കെ ഉണ്ടാക്കും. സംസ്കൃതത്തിലാണെങ്കിൽ നമ്മളത് ചൊല്ലുന്നുള്ളത് അവർക്കറിയാം. അപ്പോ കർമ്മയോഗത്തിന്റെ ആൾക്കാർ എന്ത് പറയും? ഈ ഭക്തിമാർക്കൊക്കെ പണ്ട് കാലത്തൊക്കെ പറ്റുമായിരുന്നു, ഇന്നത്തെ കാലത്ത് അതൊന്നും പറ്റില്ല. ഇന്നിപ്പോ കർമ്മയോഗം മാത്രമേ പറ്റുള്ളൂ. അപ്പോഴാണ് ഞാൻ വേദാന്ത മാർഗക്കാരൻ വരുന്നത്. അവനെന്ത് പറയും? ഇതൊക്കെ പണ്ടൊക്കെ പറ്റുമായിരുന്നു, ഇപ്പൊ ശാസ്ത്ര വിചാരം, യുക്തിയാണ് പ്രധാനം, യുക്തിപൂർവമുള്ള ശാസ്ത്ര വിചാരമേ ഇപ്പൊ പറ്റുള്ളൂ എന്ന് പറയും വേദാന്തി പറയും. അപ്പം അഷ്ടാംഗ യോഗക്കാരൻ വന്നിട്ട് പറയും, ഇക്കാലത്ത് ഏറ്റവും പറ്റുക യമ നിയമാസനങ്ങളൊക്കെ ചെയ്യുക, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ. അപ്പൊ ശൈവം വന്നിട്ട് പറയും, ഇതൊന്നും ശിവന്റെ 1000 അയലത്ത് അടുക്കില്ല, അതുകൊണ്ട് ശിവഭക്തിയാണ് ഏറ്റവും പരമമായത്. വൈഷ്ണവനോ വിഷ്ണുഭക്തിയാണ് ഏറ്റവും പരം. വിഷ്ണുഭക്തിയുടെ 10,000 അയലത്തേക്ക് അടുക്കില്ല ശിവഭക്തി. ശാക്തേയൻ പറയും, നിങ്ങൾ രണ്ടും പൊട്ടത്തരാണ് പറയണത്. ശക്തി ഉണ്ടായത് കൊണ്ടാണ് ഈ ശിവനും വിഷ്ണുവും തന്നെ ഇരിക്കുന്നത്. ശക്തിയോട് കൂടിയിട്ടില്ലാത്ത ശിവന് സ്പന്ദിക്കാൻ പോലും കഴിയില്ല. നഹി കുശല സ്പന്ദിതുമപി, സ്പന്ദിക്കാൻ പോലും കഴിയില്ല. എന്റെ അമ്മ ഉണ്ടായതുകൊണ്ടാണ് നിന്റെ എന്ത് അതെ, നീ ഉണ്ടായതല്ല, നിന്റെ ആ ഭൂലോക തെണ്ടി പരമശിവനായിട്ട് ജീവിക്കണത് തന്നെ എന്റെ ദേവീനെ കല്യാണം കഴിച്ചുകൊണ്ടാണ്. ഭവാനി ത്വത്പാണിഗ്രഹണ പരിപാടി ഫലമിതം. അല്ലെങ്കിൽ മഹാദണ്ഡിയ പിച്ചപാത്രം പോലും ഇല്ലാത്ത ദണ്ഡിയാണ്. അത് ശിവൻ. ബാക്കിയുള്ളവർക്കൊക്കെ ഒരു പത്രാസെങ്കിലും ഉണ്ടാകും, അതുമില്ല, ഉടുക്കാനും ഒന്നുമില്ല. ഒന്ന് ആലോചിച്ച് വല്ലാത്ത ഗതികൾ. എന്നിട്ട് അവനെയാണ് വിളിക്കണത് എന്ത്? ജഗദീശ്വര രക്ഷിക്കണേ. എന്താ കാരണം? അമ്മേ, നിന്നെ കല്യാണം കഴിച്ചാൽ ഒറ്റ കെയർ ഓഫിലാണ്. ഇതാണ് സ്ഥിതി. അതുകൊണ്ട് നമ്മള് വൈഷ്ണവ പുരാണങ്ങൾ നോക്കിയാൽ ഇതാണ് ഏറ്റവും കേമെന്ന് അതിൽ പറയും. ശിവപുരാണങ്ങൾ നോക്കിയാൽ, ശൈവപുരാണം നോക്കിയാൽ ഇതാ ഏറ്റവും. ഇതിലൊന്നും ഒരു വിരോധവും ഇല്ല. ഇതിൽ മൂഢന്മാര് വൈരുദ്ധ്യം കാണും. നമുക്കിതിൽ വൈരുദ്ധ്യം കാണേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. മറിച്ച് അതത് മാർഗത്തിൽ പോകുന്ന സാധകന് അതത് മാർഗത്തിൽ പ്രവൃത്തിയും പ്രേരണയും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആചാര്യന്മാര് ഇതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറഞ്ഞത്. ആ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഇതൊക്കെ ഒന്ന് തന്നെയാണ്. പോവാത്തവര് തമ്മിലടിക്കും, പോവാത്തവര് തമ്മിലടിക്കും. കഴിഞ്ഞ മാസം ഒരു ക്ഷേത്രത്തിൽ പോയി. അവിടെ വലിയ വിദ്യാസമ്പന്നരെന്ന് പറയുന്നവര്, വിദ്യാസമ്പന്നർ എന്ന് പറഞ്ഞാൽ ക്വാളിഫിക്കേഷൻസ് ഒരുപാടുള്ളവർ, സമൂഹത്തിൽ അങ്ങനത്തെ പൊസിഷനിലൊക്കെ ഇരിക്കണവരൊക്കെ കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു അമ്പലമാണ്, വലിയ അമ്പലം. അപ്പൊ അമ്പലം ഉണ്ടാക്കിയപ്പോ അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, അതിന്റെ അപ്പുറത്ത് വേറൊരു കോവിലുണ്ട്, അവിടെ ശിവനാണ്. ഇവിടുന്ന് തൊഴാൻ പോകുമ്പോ ആ ശിവനെ കണ്ടാ പാപാവില്ലേന്നാണ്. അങ്ങനെ കമ്മിറ്റി കൂടി തീരുമാനിച്ചു, ഒരു കാര്യം ചെയ്യാം, മതിലുയർത്തി കെട്ടാൻ മതി, മതിലുയർത്തി കെട്ടാം. അത് മോശമാണ്. എന്നാ പിന്നെ കർട്ടനിടാൻ തീരുമാനിച്ചു. അങ്ങനെ കർട്ടനിട്ടു. അപ്പൊ എന്നിട്ട് വിഷ്ണുവിനെ തൊഴാൻ പോണ ആരും ശിവനെ കാണുക എന്നുള്ള മഹാപാപം അനുഭവിക്കാതെ കണ്ടു പോവാം. ഒന്ന് ആലോചിച്ച് നോക്കും. നമുക്കവിടെ ഒന്നേ ചെയ്യാനുള്ളൂ, ഇവിടെ പോവാ തൊഴുക, അവിടെ പോവാ തൊഴുക, അവിടെ നിങ്ങോട്ട് വരിക തൊഴുക, ഇതൊക്കെ ഒന്നാന്ന് കാണിച്ചു കൊടുക്കുക. അല്ലാതെ എന്ത് ചെയ്യാൻ? നല്ല ഭസ്മം തൊട്ട് അപ്പുറത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ പോവാ, നല്ല ചന്ദനം തൊട്ട് ഇപ്പുറത്ത് ശിവക്ഷേത്രത്തിൽ പോവാ. അതല്ലേ നമുക്ക് കഴിയുള്ളൂ. വേറെന്ത് കഴിയും? എവിടെ എത്തി നമ്മളെന്ന് ആലോചിച്ചു. ഇവിടെയാണ് വിരുദ്ധത കാണാതെ
അതത് മാർഗത്തിൽ പോകുന്നവർക്ക് അതതിൽ പ്രേരണ ചെയ്യാനാണ് ആചാര്യന്മാർ ഈ വിധം പറയുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത്. ഇത് മനസ്സിലാക്കിയാലേ നമുക്ക് ശാസ്ത്രം പഠിക്കാൻ പറ്റും. ഇതെന്തിന് അത്രയും മുഖവുര പറഞ്ഞതെന്ന് ചോദിച്ചാൽ, മറ്റെല്ലാ സാധനാ മാർഗങ്ങളെക്കാളും ശ്രേഷ്ഠമാണ് യോഗ സാധന. അതുകൊണ്ട് ഹേ അർജുന, നീ യോഗിയായി തീരുന്നാണ് ഇവിടെ പറയണത്. എന്തിനേക്കാളൊക്കെ ശ്രേഷ്ഠാണ്? തപസ്സിഭ്യോധികോ യോഗി, തപസ്സിഭ്യ അധിക യോഗി. തപസ്സികളെക്കാൾ ശ്രേഷ്ഠനാണ്, വളരെ അധികനാണ്, ഉയർന്നവനാണ് യോഗി. ജ്ഞാനിഭ്യോപി മതഃ അധിക, ജ്ഞാനികളെക്കാൾ എത്രയോ ഉയർന്നവനാണ് യോഗി എന്നാണ് അഭിപ്രായം, എന്റെ അഭിപ്രായം. കർമ്മിഭ്യശ്ചാധികോ യോഗി, കർമ്മയോഗികളെക്കാളും അധികനാണ്, ശ്രേഷ്ഠനാണ് യോഗി. അതുകൊണ്ട് തസ്മാത് യോഗി ഭവ, ഹേ അർജുന, നീ യോഗിയായി തീരൂ. തപസ്സികളെക്കാൾ ശ്രേഷ്ഠനാണ് യോഗി, ജ്ഞാനികളെക്കാൾ ശ്രേഷ്ഠനാണ് യോഗി, കർമ്മികളെക്കാൾ ശ്രേഷ്ഠനാണ് യോഗി. അതുകൊണ്ട് നീ യോഗിയായി തീരൂ. ഇത് യോഗത്തെ സംബന്ധിക്കുന്ന പ്രകരണമായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഭക്തിയെ സംബന്ധിക്കുന്ന പ്രകരണം എന്താ പറയുക? യോഗിയേക്കാൾ കേമനാണ് ഭക്തൻ, ജ്ഞാനിയേക്കാൾ കേമനാണ് ഭക്തൻ, കർമ്മിയേക്കാൾ കേമനാണ് ഭക്തൻ. അതുകൊണ്ട് നീ ഭക്തനായി തീരൂ അർജുന എന്നാ പറയുന്നത്. ഇതേ ആള് തന്നെ, ആൾക്ക് മാറ്റമില്ല, പറയണുള്ളത് ഒന്ന് തന്നെയാ. ഇതിന്റെ തത്വം മനസ്സിലാക്കാത്ത നമ്മൾ വിചാരിക്കും ആള് തിരക്കിടില്ല. അവിടെ പോയിട്ട് ജ്ഞാനത്തെ കുറിച്ച് പറഞ്ഞു, ഇവിടുന്ന് കർമ്മത്തെ കുറിച്ച് പറഞ്ഞു, അപ്പുറത്ത് പോയിട്ട് ഭക്തിയുടെ മഹിമ പറഞ്ഞു. ഇയാൾ എന്ത് തട്ടിപ്പാണ്, ദക്ഷിണ കിട്ടാൻ വേണ്ടി ഓരോ സ്ഥലത്ത് ഓരോന്ന് പറയാവും എന്ന് നമ്മൾ വിചാരിക്കും. അല്ല, അതത് മാർഗത്തിൽ പ്രേരണ നൽകി, പ്രോത്സാഹനം നൽകി സാധകനെ അവൻ ഇരുന്നിടത്തുനിന്ന് ഉയർത്തുക എന്നുള്ളതാണ് ആചാര്യ ദൗത്യം. അതാണ് ഇവിടെ നിർവഹിക്കപ്പെടുന്നത്. അപ്പൊ തപസ്സികളെക്കാൾ അധികനാണ് യോഗി. പലതരത്തിൽപ്പെട്ട തപസ്സുകൾ, സാധനാനുഷ്ഠാനങ്ങൾ, അത്തരം സാധനാനുഷ്ഠാനങ്ങളെ പാലിക്കുന്നവരെക്കാൾ ശ്രേഷ്ഠനാണ് യോഗി. അപ്പൊ യോഗവും സാധന തന്നെയല്ലേ? അതെ. അത് തപസ് തന്നെയല്ലേ? അതെ. എന്നാലും ഇവിടെ അത് ചോദിക്കരുത്. ഇവിടെ യോഗമഹിമ പറയാൻ വേണ്ടി പറയുന്ന ഭാഗമാണ്. ഭക്തി ഇല്ലാതെ കർമ്മമുണ്ടോ? ഇല്ല. കർമ്മയോഗം ഇല്ലാണ്ട് ഭക്തി ഉണ്ടോ? ഇല്ല. ജ്ഞാനമില്ലാതെ ഭക്തി ഉണ്ടോ? ഇല്ല. ഭക്തി ഇല്ലാതെ ജ്ഞാനം ഉണ്ടോ? ഇല്ല. ഇതൊക്കെ ഒന്ന് തന്നെയാ. എന്നാൽ ഒരു മാർഗത്തെ വിശകലനം ചെയ്യുമ്പോൾ അവിടെ സാധകന് പ്രേരണ കൊടുക്കാൻ വേണ്ടി അതിൻ്റെ സർവശ്രേഷ്ഠത വിളിച്ചു പറയും. അതാണ് പറയുന്നത്. തപസ്സിഭ്യഃ അധികഃ യോഗി, ജ്ഞാനിഭ്യഃ അധികഃ യോഗി, കർമ്മിഭ്യഃ ച അധികഃ യോഗി. അതുകൊണ്ട് ഹേ അർജുന, യോഗി ഭവ, യോഗിയായി തീരൂ. ഇതാണ് ഉദ്ബോധനം. വ്യക്തമാണല്ലോ? ഇത്രയും വിശദമായി പറഞ്ഞ എന്തിനാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കും. ഓരോ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരെ അതത് മാർഗത്തിൽ പ്രേരിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പൊ ഒരാള് വിവാഹം കഴിച്ച് കുടുംബജീവിതം നയിക്കേണ്ടുന്ന ഒരാളാണെന്ന് വെച്ചോളൂ. അയാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ എന്താ പറയുക? സന്യാസത്തെക്കാളൊക്കെ എത്രയോ കേമാണ് ഗൃഹസ്ഥാശ്രമം എന്നുള്ളത്. ഗൃഹസ്ഥാശ്രമം പോലെ ശ്രേഷ്ഠമായിട്ട് മറ്റൊന്നുണ്ടോ? നമ്മളെ നല്ല കാലത്ത് നിന്നാ പിന്നെ നിങ്ങൾ എന്താണ് സന്യാസി എന്ന് അയാൾ ചോദിക്കാത്തത് നമ്മളെ ഗുണം. അതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോണത്. അത് അയാളോട് പറയുമ്പോ അങ്ങനെ പറയണം. തിരിച്ച് സന്യാസത്തിന് യോഗ്യനായ അർഹനായ ഒരാളോടാണെങ്കിൽ നീ കല്യാണത്തിൽ തന്നെ ജീവിച്ചോളൂ എന്ന് പറയാം. കല്യാണം കഴിച്ചു കളയണ്ട, അല്ലേ? നിങ്ങളൊക്കെ ജീവിതത്തിൽ കല്യാണം ഉണ്ടെങ്കിൽ അത് ഉണ്ടായിക്കോട്ടെ, അവിടെ ഇരിക്കട്ടെ
കല്യാണം കഴിക്കണ്ട എന്ന് പറഞ്ഞു. ചിലർക്കൊന്നും സമ്മതമല്ല, ചിലർക്കിങ്ങനെ നോക്കുന്നുണ്ട്, ചിലർക്കെന്താ ഊറി ചിരിക്കുന്നുണ്ട്. സ്വാമി പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ അനുഭവം ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ എന്നുള്ള മട്ടില് ചിലർ ഊറി ചിരിക്കുന്നൊക്കെ ഉണ്ട്. ഇവിടെ സമ്മിശ്രമാണ് പ്രതികരണം. അപ്പൊ അത് അധികാരം അനുസരിച്ചാണ്, അതാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടും നല്ലതാണ്. അതത് അധികാരിക്ക് അതത് നല്ലത്, അത്രേ പറയാനുള്ളൂ. അതുകൊണ്ട് നീ യോഗിയായി തീരും അർജുന. തപസ്സിഭ്യഃ അധികഃ യോഗി ജ്ഞാനിഭ്യഃ അപി ജ്ഞാനം അത്ര ശാസ്ത്രപാണ്ഡിത്യം തദ്വദ്ഭ്യഃ അപി മതഃ ജ്ഞാതഃ അധികഃ ശ്രേഷ്ഠഃ ഇതി. കർമ്മിഭ്യഃ അഗ്നിഹോത്രാദി കർമ്മ തദ്വദ്ഭ്യഃ അധികഃ യോഗി വിശിഷ്ടഃ യസ്മാത് തസ്മാത് യോഗി ഭവ. ഹേ അർജുന, തപസ്സിഭ്യഃ അധികഃ യോഗി ജ്ഞാനിഭ്യഃ അപി ജ്ഞാനം അത്ര ശാസ്ത്രപാണ്ഡിത്യം തദ്വദ്ഭ്യഃ അപി മതഃ ജ്ഞാതഃ അധികഃ ശ്രേഷ്ഠഃ ഇതി. കർമ്മിഭ്യഃ അഗ്നിഹോത്രാദി കർമ്മ തദ്വദ്ഭ്യഃ അധികഃ യോഗി വിശിഷ്ടഃ യസ്മാത് തസ്മാത് യോഗി ഭവ. അർജുന, അപ്പൊ ഇവിടെ തപസ്സികളെക്കാളും ശ്രേഷ്ഠനാണ് യോഗി. യോഗ തലത്തിലെത്താനാണല്ലോ തപസ് ചെയ്യുന്നത്, യോഗസ്ഥിതിയിലെത്താനാണല്ലോ തപസ് ചെയ്യുന്നത്. അപ്പൊ തപസ്സികളെക്കാൾ ഏവനാണ് യോഗി എന്ന് പറയാം. അവിടെ പ്രത്യേകിച്ചൊരു ഒരു ഒരു വ്യാഖ്യാനം വേണ്ടി വരില്ല, അല്ലാണ്ട് തന്നെ മനസ്സിലാവും. എന്നാൽ രണ്ടാമത്തത് അങ്ങനെയല്ല. അടുത്തതിൽ പറയാണ് ജ്ഞാനിഭ്യഃ അപി മതഃ അധികഃ. ജ്ഞാനിഭ്യഃ അപി അധികഃ ഇതി മതഃ. ജ്ഞാനികളെക്കാൾ ശ്രേഷ്ഠനാണ് യോഗി എന്നാണ് അഭിപ്രായം. അപ്പൊ സംശയം വരും, ഈ യോഗ സാധന ജ്ഞാനം നേടാനാണല്ലോ. അതെ. അപ്പൊ ജ്ഞാനമുള്ളവനാണല്ലോ ജ്ഞാനി. അതെ. അങ്ങനെയാണ് ഈ ജ്ഞാനിയേക്കാൾ കേമനാണ് യോഗി എന്ന് എങ്ങനെയാ പറയുക? അത് ശാസ്ത്രവിരുദ്ധമല്ലേ? ചോദ്യം 2. നേരത്തെ 2-ാം അധ്യായത്തിൽ തന്നെ സാഖ്യം, പരമാത്മജ്ഞാനം, അതിനെ പ്രാപിക്കാനുള്ള ഉപായമാണ് യോഗം എന്ന നിലയ്ക്കാണ് ഭഗവാൻ വിശദീകരിച്ചത്. അപ്പോൾ ജ്ഞാനപ്രാപ്തിക്കുള്ള സാധനയാണ് യോഗമെങ്കിൽ എങ്ങനെയാണ് ജ്ഞാനിയേക്കാൾ യോഗി ശ്രേഷ്ഠനാവുക? മറുപടി, ഇവിടെ ജ്ഞാനം എന്നുള്ളത് കൊണ്ട് ആത്മസാക്ഷാത്കാരം, വിജ്ഞാനം എന്നർത്ഥമെടുക്കരുത്. മറിച്ച് ശബ്ദജ്ഞാനം, ശാസ്ത്രപാണ്ഡിത്യം. ശാസ്ത്രപാണ്ഡിത്യവും വിജ്ഞാനവും രണ്ടും രണ്ടാണ്. ഗുരുനാഥനരികെ നല്ലപോലെ ശ്രദ്ധയോടെ ശാസ്ത്രം സ്വാധ്യായം ചെയ്താൽ ഒരാൾക്ക് ഗ്രന്ഥപണ്ഡിതനാവാം, ശാസ്ത്ര പണ്ഡിതനാവാം. എന്നാൽ അയാളുടെ അറിവ് കേവലം ബൗദ്ധിക തലത്തിൽ ഒതുങ്ങി. സംശയരഹിതമായ സ്വാനുഭൂതി സമ്പന്നത അയാൾക്കില്ല. പരോക്ഷ ജ്ഞാനത്തിൽ ഒതുങ്ങി. ഇങ്ങനെയുള്ള ജ്ഞാനികളെക്കാളും ശ്രേഷ്ഠനാണ് യോഗി, അതിൽ സംശയമില്ല. കാരണം നല്ലപോലെ ഗ്രന്ഥജ്ഞാനം ഉണ്ട് എന്നുള്ളത് കൊണ്ട് അയാളുടെ മനസ്സിന് അടക്കം വന്നു എന്ന് അർത്ഥമില്ല. ഒരാള് വേദാന്തം പ്രസംഗിക്കാൻ പോയി ഒരു സ്ഥലത്ത്. അങ്ങനെ പ്രസംഗമൊക്കെ ഗംഭീരായി കഴിഞ്ഞു.
വലിയ വേദാന്തമൊക്കെയാണ് പ്രസംഗിക്കുന്നത്. അവര് അത് സംഘടിപ്പിച്ചവരൊരു ദക്ഷിണ കൊടുത്തു. സന്ദർഭവശാൽ ഇദ്ദേഹം ദക്ഷിണയുടെ കവർ അവിടെ വെച്ച് മറന്നുപോയി. കാറ് കുറേ ദൂരം ഓടിയതിനു ശേഷമാണ് തിരിച്ചറിഞ്ഞത്. പരിഭ്രമായി, വേർത്തു. എന്താ ചെയ്യുക, തിരിച്ചു പോയാൽ അവിടെ ഉണ്ടാവുമോ ഇല്ലയോ, ആകെ വേവലാതിയായി. അത് ഡ്രൈവറോട് അങ്ങനെ പറയാൻ പറ്റുമോ? അതും ഇല്ല. അയാളുടെ മുമ്പ് ഞാനൊരു ഒരു ഒരു വില കുറഞ്ഞ ആളായി പോവില്ലേ? പാവം, ആകെ പ്രശ്നമായി. ഒരു വിധത്തിൽ എന്തൊക്കെയോ ഉപായം പ്രയോഗിച്ച് തിരിച്ചെത്തി. ആ ദക്ഷിണ എടുത്തപ്പോഴാ സമാധാനമായത്. കിട്ടിയല്ലോ. അപ്പൊ ഈ തിരിച്ചുവിട്ട് ദൂരം വാഹന ചാർജ് കമ്മിറ്റിക്കാർ കൊടുക്കുവോ, അല്ല അതിൽ നിന്ന് കൊടുക്കേണ്ടി വരുമോ? ഇതൊക്കെ തമാശ പറയാന്ന് വിചാരിക്കും. ഒന്നും തമാശയല്ല. അതുകൊണ്ട് ആചാര്യൻ പറഞ്ഞു, ശബ്ദാനേവ പഠസ്യാഹോ തേഷാം അർത്ഥം ന പശ്യസി. നീ ധാരാളം ശബ്ദങ്ങളെ പഠിച്ചിട്ടുണ്ടല്ലോ, നിനക്ക് അതിൻ്റെ ഒന്നും അർത്ഥം അറിയില്ലല്ലോ. അതാണ് ഈ ഗ്രന്ഥജ്ഞാനം, പാണ്ഡിത്യ, ശാസ്ത്ര പാണ്ഡിത്യം എന്ന് പ്രത്യേകിച്ച് പറയുന്നത്. അതിനേക്കാൾ എത്രയോ നല്ലതാണ് മനസ്സിന് കുറച്ചൊരടക്കം വന്നിട്ടുണ്ടെങ്കിൽ. വാസ്തവത്തിൽ അടക്കം വന്നിട്ടേ പഠിക്കാൻ പാടുള്ളൂ. ഇത് പഠിച്ചാലെങ്കിലും അടക്കം വരുന്ന വിചാരിച്ചിട്ടാണ് ഗുരുനാഥൻ കൊടുത്തത്. അത് എപ്പോഴാ വേദാന്തം എപ്പോ പഠിക്കാം എന്ന് ചോദിച്ചാൽ, ഇരിക്കാനായ പഠിക്കാം എന്നാണ്. ഇരുന്നാ പഠിക്കാം, യാതൊരു വിരോധമില്ല. ഇല്ലേ? ഇരുന്നാ പഠിക്കാം, ഇരിക്കണം. ഇരുന്നിട്ട് പഠിച്ചിട്ടേ കാര്യമുള്ളൂ, ഇരിക്കാതെ പഠിച്ചിട്ട് കാര്യമില്ല. പഠിച്ചാൽ ഇരിക്കും, അത് വേറെ വിഷയം. പഠിച്ചാൽ ഇരിക്കും. സംശയമൊന്നുമില്ല. പക്ഷെ ഇരിക്കണം. അതിനാണ് എല്ലാ സാധനങ്ങളും. എല്ലാം ആ ഇരുത്തം വരാല്ല. എന്നാ ശ്രദ്ധിക്കാം. അപ്പൊ ഇവിടെ ശാസ്ത്ര പാണ്ഡിത്യമാണ് ജ്ഞാനം. അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠനാണ് യോഗി. കർമ്മിഭ്യശ്ചാധികോ യോഗി. കർമ്മം, അവിടെ കർമ്മയോഗം എന്നുള്ള അർത്ഥം പറഞ്ഞിട്ടില്ല. ആചാര്യസ്വാമികൾ പറഞ്ഞു തരുന്നത്, ഭാഷ്യകാരൻ ഭഗവാൻ പറഞ്ഞു തരുന്നത്, അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്യുന്നവരെക്കാൾ. അഗ്നിഹോത്രാദി കർമ്മം ചെയ്യേണ്ടതാണോ? ഒരിക്കലും അതൊക്കെ ചെയ്യണം, ഭക്തിയോടെ ചെയ്യണം, ശ്രദ്ധയോടെ ചെയ്യണം. എന്നാൽ അതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠനാണ് സൂക്ഷ്മമായ മനോനിയന്ത്രണത്തിലൂടെ യോഗാവസ്ഥയിലേക്ക് എത്തിയ ആള്. അതാണ് കർമ്മിഭ്യഃ അഗ്നിഹോത്രാദി കർമ്മ. അഗ്നിഹോത്രാദിയാണ് കർമ്മം. അഗ്നിഹോത്രം എന്ന് പറഞ്ഞാൽ അഗ്നൗ ഹൂയതേ ഇതി. എവിടെയാണോ അഗ്നിയിൽ ഹോമിക്കുക എന്നുള്ള ക്രിയ ഉള്ളത് അത് അഗ്നിഹോത്രം. അപ്പൊ വിശിഷ്ടങ്ങളായ മന്ത്രങ്ങളോടുകൂടി വിശിഷ്ടങ്ങളായ ദ്രവ്യങ്ങളെ വിശിഷ്ടന്മാരായ ദേവതകളെ ലക്ഷ്യമാക്കിക്കൊണ്ട് സമർപ്പിക്കുന്നത് അഗ്നിഹോത്രം എന്ന് പറയാം. അത് നിത്യാഗ്നിഹോത്രം മുതൽ വളരെ വിപുലമായ വാജപേയം വരെയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള അഗ്നിഹോത്രങ്ങൾ ചെയ്യുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് യോഗി. യോഗി വിശിഷ്ട യസ്മാത് തസ്മാത് യോഗി ഭവ അർജുന. അതുകൊണ്ട് നീ യോഗിയായി തീരൂ അർജുന എന്ന് നമ്മൾ പറയാം. വ്യക്തമാണല്ലോ. നേരത്തെ പറഞ്ഞത് ഓർമ്മ വേണം. ഓരോ മാർഗത്തിലും പ്രവർത്തിക്കുന്നവർക്ക് അതത് മാർഗത്തിൽ പ്രേരണയെ, പ്രചോദനത്തെ, പ്രോത്സാഹനത്തെ നൽകുന്നു ഗുരുനാഥൻ. ശരി, നോക്കൂ. യോഗിനാമപി സർവേഷാം മദ്ഗതേനാന്തരാത്മനാ ശ്രദ്ധാവാൻ ഭജതേ യോ മാം സമേ യുക്തതമോ മതഃ. യോഗിനാമപി സർവേഷാം.
മദ്ഗതേനാന്തരാത്മനാ ശ്രദ്ധാവാൻ ഭജത്തെ യോ മാം സ മേ യുക്തതമോ മതഃ. സർവേഷാം യോഗിനാം അപി, എല്ലാ യോഗികളിലും വെച്ച്, യോഗിയാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞു, അങ്ങനെയുള്ള എല്ലാ യോഗികളിലും വെച്ച് മദ്ഗതേന അന്തരാത്മന, എന്നെ പ്രാപിച്ച അന്തരാത്മാവോടുകൂടി, എന്നെ പ്രാപിച്ച അന്തരാത്മാവോടുകൂടി ശ്രദ്ധാവാൻ, ശ്രദ്ധയോടൊത്തവനായിട്ട്, യഹ മാം ഭജതേ, ആര് എന്നെ ഭജിക്കുന്നുവോ, യാതൊരാൾ എന്നെ ഭജിക്കുന്നുവോ, സഹ അവൻ, മേ എന്നോട്, യുക്തതമഃ മതഃ അങ്ങേയറ്റം ചേർന്നവനാണെന്നാണ് അഭിപ്രായം. എന്നോട് അങ്ങേയറ്റം ചേർന്നവനാണ് അവൻ. ആര്? എന്നിൽ പ്രാപിച്ച അന്ധക്കരണത്തോടുകൂടെ ശ്രദ്ധയോടുകൂടെ ഭജിക്കുന്നവൻ. ഒന്ന്, ശ്രദ്ധയോടുകൂടി ഭജിക്കുന്നു. രണ്ട്, മദ്ഗതേന അന്തരാത്മന, എന്നെ പ്രാപിച്ച അന്ധക്കരണത്തോടുകൂടി ഭജിക്കുന്നു, അന്യഭാവമില്ലാതെ കണ്ടു. അങ്ങനെയുള്ള ആള് എന്നോട് ചേർന്നവനാണ്, അവൻ മുക്തനാണ്. ഇതാണ് അധ്യായത്തിന്റെ പരിസമാപ്തി. നോക്കൂ, അപ്പൊ യോഗി ഇവിടെ പറഞ്ഞ യോഗാനുഷ്ഠാന നിരതൻ എന്നുള്ള അർത്ഥം എടുക്കുക, സാധനാമാർഗത്തിൽ പ്രവർത്തിക്കുന്നവൻ എന്ന അർത്ഥം എടുക്കുക. യോഗി, യോഗിനാം, യോഗികളിൽ വെച്ച്. അപ്പൊ പല യോഗങ്ങളുണ്ട്, വ്യത്യസ്തങ്ങളായ സാധനാമാർഗങ്ങളുണ്ട്. കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം ഇത്യാദിയൊക്കെ പ്രസിദ്ധങ്ങളാണ്. യോഗാസ്ത്രയോ മയാ പ്രോക്ത ജ്ഞാനം കർമ്മച ഭക്തിശ്ച, ജ്ഞാനവും കർമ്മവും ഭക്തിയും എന്നിങ്ങനെ യോഗങ്ങൾ 3 എന്നാൽ പറയപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് ബഹുവചനം പറഞ്ഞു യോഗിനാം, സർവേഷാം, എല്ലാ യോഗികളിലും വെച്ച് ആരാണ് ഏറ്റവും ശ്രേഷ്ഠൻ? മദ്ഗതേന അന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേ, എന്നിൽ പ്രാപിച്ച അന്തരാത്മാവോടുകൂടി ശ്രദ്ധയോടൊത്ത് ഭജിക്കുന്നവൻ. അപ്പൊ ഏതൊരു യോഗ സാധനയും സാർത്ഥകമാകുന്നത്, പൂർണ്ണമാകുന്നത് നമ്മള് തത്വാനുസന്ധാനം ചെയ്യുന്നുണ്ടോ എന്നുള്ളതിന്റെ അപേക്ഷയിലാണ്. ഈശ്വര തത്വത്തെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടോ എന്നുള്ളതിന്റെ അപേക്ഷയിലാണ്. അതുണ്ടെങ്കിൽ അയാൾ ശ്രേഷ്ഠൻ, അതില്ലെങ്കിൽ മറ്റെന്തുണ്ടായിട്ടും പ്രയോജനമില്ല. അതാണ് സർവേഷാം യോഗിനാം മധ്യേ മദ്ഗതേന അന്തരാത്മന യഹ ശ്രദ്ധാവാൻ ഭജതേ സ മേ യുക്തതമഃ, അവൻ എന്നോട് ചേർന്നവനാണ്. ഇതിനെന്താ? അപ്പൊ ഏറ്റവും പ്രധാനം മദ്ഗത അന്തരാത്മാവ് ആവുക എന്നുള്ളതാണ് പ്രധാനം. ഈശ്വരഗതമായ അന്തരാത്മാവോട് കൂടിയവൻ. നോക്കൂ, യോഗിനാമപി സർവേഷാം രുദ്രാദിത്യാദി ധ്യാനപരാണാം മധ്യേ മദ്ഗതേന മയി വാസുദേവേ സമാഹിതേന അന്തരാത്മന അന്തഃകരണേന ശ്രദ്ധാവാൻ ശ്രദ്ധാനഃ സൻ ഭജതേ സേവത്തെ യഹ മാം സഹ മേ മമ യുക്തതമഃ അതിശയേന യുക്തഃ മതഃ അഭിപ്രേതഃ ഇതി. യോഗിനാം അപി സർവേഷാം രുദ്രാദിത്യാദി ധ്യാനപരാണാം മധ്യേ മദ്ഗതേന മയി വാസുദേവേ സമാഹിതേന അന്തരാത്മന അന്തഃകരണേന ശ്രദ്ധാവാൻ ശ്രദ്ധാനഃ
സൻ ഭജത്തെ സേവത്തെ യഹ മാം സഹ മേ മമ യുക്തതമഃ അതിശയേന യുക്തഃ മതഃ അഭിപ്രേതഃ ഇതി. അപ്പൊ സർവയോഗികളുടെയും മധ്യത്തിൽ, യോഗിനാം അപി സർവേഷാം മധ്യേ, മധ്യ എന്നുള്ള പദം അവിടെ ഇല്ല, ഇപ്പുറത്തുണ്ട് മധ്യ എന്നുള്ളത്, ഇപ്പുറത്ത് മധ്യേ എന്ന് വായിക്കാം. അപ്പോ രുദ്രാദിത്യ ധ്യാനപരാണാം എന്നാണ് ഇവിടെ ഭാഷ്യകാരൻ അർത്ഥം എടുക്കുന്നത്. അങ്ങനെ തന്നെ എടുത്തോളണം എന്നില്ല, വ്യത്യസ്ത സാധനാമാർഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരെന്നേ അർത്ഥം എടുക്കണ്ടു. ഭാഷ്യകാരൻ പറയാണ് രുദ്രാദിത്യാദി ധ്യാനപരാണാം മധ്യേ. ചിലർ അങ്ങനെ ഉണ്ട്, രുദ്രനെ ധ്യാനിക്കും, ചിലർ ആദിത്യനെ ധ്യാനിക്കും, ചിലർ ദേവിയെ ധ്യാനിക്കും, ചിലർ കൃഷ്ണനെ ധ്യാനിക്കും, ചിലർ രാമനെ ധ്യാനിക്കും. അങ്ങനെ വ്യത്യസ്ത ദേവതാവിശേഷങ്ങളെ ധ്യാനിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നിൽ വാസുദേവനിൽ സമാഹിതമായ മനസ്സോടുകൂടിയവർ. അവിടെ വാസുദേവൻ മറ്റൊരു ദേവതയല്ല. രുദ്രനെന്നും ആദിത്യനെന്നും വിഷ്ണുവെന്നും അല്ലെങ്കിൽ ശക്തിയെന്നും ഒക്കെ പറയുന്ന പോലെ വ്യത്യസ്ത ദേവതകളിൽ മറ്റൊരു ദേവത എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ വാസുദേവനെ നമ്മൾ എടുക്കേണ്ടത്, മറിച്ച് പരമാത്മാ എന്നുള്ള അർത്ഥത്തിലാണ്. അത് പലപ്പോഴും ഇവിടെ പറഞ്ഞതാണ്. വൈഷ്ണവൻ പറയുന്ന വിഷ്ണുവും ശൈവൻ പറയുന്ന ശിവനും ശാക്തേയൻ പറയുന്ന ശക്തിയും ഒന്നാണ് എന്നുള്ളത്. അപ്പൊ ഇവിടെ വൈഷ്ണവൻ ഞാൻ വിഷ്ണു എന്ന് പറയുമ്പോൾ പരമാത്മാ എന്ന് തന്നെ അർത്ഥമാക്കണം, അല്ലാതെ അത് മറ്റൊരു ദേവതയല്ല. അതുകൊണ്ട് രുദ്രാദിത്യ ധ്യാനപരാണാം മധ്യേ, ആദിത്യൻ തുടങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദേവതകളെ അർത്ഥാക്കും. കൃഷ്ണനെ, രാമനെ, സുബ്രഹ്മണ്യനെ, ദേവിയെ എന്ന് വേണ്ട, സകല ദേവതകളെ എടുക്കാം. അങ്ങനെയുള്ള ദേവതകളെ ധ്യാനിച്ചു കഴിയുന്നവരെക്കാൾ മദ്ഗതേന മൈ വാസുദേവേ സമാഹിതേന അന്തരാത്മാ അന്ധകരണം യസ്യ, പരമാത്മാവിൽ തന്നെ ഉറച്ച ഇതെല്ലാം ഏകമാണ്, അദ്വിതീയമാണെന്ന അവബോധത്തോടു കൂടി ആ പരമാത്മാവിന്റെ ഭാവപ്രകടനങ്ങളാണ് മറ്റെല്ലാ ദേവതകളും എന്ന തിരിച്ചറിവോടുകൂടി എല്ലാം ഒന്നാണെന്ന കാഴ്ചപ്പാടോടെ ആര് പരമാത്മധ്യാനപരന്മാരാകുന്നുവോ അതാണ്. അങ്ങനെയുള്ളവര് എങ്ങനെയുള്ളവര്? ശ്രദ്ധാവാൻ, ശ്രദ്ധധാനഃ, പരമമായ ശ്രദ്ധയോട് കൂടിയിട്ട് സകല സാധനകളിലും ഏറ്റവും ശ്രേഷ്ഠമാണ് ശ്രദ്ധ. ഗുരു ശാസ്ത്ര വാക്യങ്ങളിലുള്ള സത്യത്വ ബുദ്ധിയാണ് ശ്രദ്ധ. അതാണ് വാസ്തവത്തിൽ മറ്റെല്ലാ സാധനകളെയും സാർത്ഥകമാക്കി തീർക്കുന്നത് ശ്രദ്ധയാണ്. ശ്രദ്ധ ഉണ്ടെങ്കിൽ മറ്റെല്ലാം ഉണ്ടാവാം, ഇല്ലാതെയും ആവാം. ശ്രദ്ധ ഇല്ലെങ്കിൽ മറ്റൊന്നും ഉണ്ടാവില്ല. അപ്പൊ ശ്രദ്ധയോടുകൂടി മാം ഭജതേ, എന്നെ ഭജിക്കുന്നുവെങ്കിൽ, സേവിക്കുന്നുവെങ്കിൽ, എവിടെ? എല്ലാത്തിലും. അല്ലാണ്ട് പ്രത്യേകിച്ച് ഉപാധിയിൽ മാത്രമല്ല, ഈ തലത്തിലും. വാസുദേവ സർവമിതി എന്ന് പറയാൻ പോകുന്നത് എല്ലാം വാസുദേവനാണ്. ആ ഒരു ഭാവനയോടുകൂടി സേവിക്കുന്നത്. യോമാം മേ മമ യുക്തതമഃ അതിശയേന യുക്തഃ, അങ്ങനെയാവുമ്പോ അതിശയേന യുക്തനാണ് അയാൾ, എന്നോട് അങ്ങേയറ്റം ചേർന്നവനാണ് അയാൾ. ഇത് അഭിപ്രായതഃ എന്നാണ് അഭിപ്രായപ്പെടുന്നത്. ആരഭിപ്രായപ്പെടുന്നത്? ഭഗവാന്റെ അഭിപ്രായം. ഭഗവാന്റെ അഭിപ്രായം സ്വതന്ത്രമല്ല, അത് ഉപനിഷത്തുക്കളുടെ സാരമാണ്. ഉപനിഷത്തുക്കളുടെ സാര എന്ന് പറഞ്ഞാലോ അത് വേദത്തിന്റെ താല്പര്യ നിർണയമാണ്. അപ്പൊ ഇവിടെ അഭിപ്രായതഃ എന്ന് പറഞ്ഞാൽ ഇത് വേദത്തിന്റെ അഭിപ്രായമാണ് എന്നർത്ഥം. ഇതാണ് ശ്രീമദ് ഭഗവത്ഗീതയിലെ 6-ാം അധ്യായത്തെ ഏറ്റവും സംഗ്രഹിച്ച് പറഞ്ഞാൽ. നോക്കൂ,
ഓം തത്സദിതി ശ്രീമഹാഭാരതേ ശതസാഹസ്ര്യാം സംഹിതായാം വൈയാസിക്യാം ഭീഷ്മപർവണേ ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുനസംവാദേ ധ്യാനയോഗോ നാമ ഷഷ്ടോധ്യായഃ. വേറൊരു പേര് അഭ്യാസയോഗോ നാമ ഷഷ്ടോധ്യായഃ. വേറൊരു പേര് ആത്മസംയമയോഗോ നാമ ഷഷ്ടോധ്യായഃ. ഇങ്ങനെയൊക്കെ പേരുകളുണ്ട്. അപ്പോൾ ഓം തത്സദിതി വീണ്ടും വീണ്ടും അത് പറയുന്നില്ല, പല പ്രാവശ്യം പറഞ്ഞതാണ്. അതിന്റെ അർത്ഥം ശ്രീ മഹാഭാരതത്തിൽ, എങ്ങനെയുള്ള മഹാഭാരതത്തിൽ? ശതസഹസ്രിയാം സംഹിതായാം, 1,00,000 ശ്ലോകങ്ങളുടെ സംഹിതയായ മഹാഭാരതത്തിൽ. എങ്ങനെയുള്ളതിൽ? വൈയാസിക്യാം, വ്യാസനാൽ രചിക്കപ്പെട്ടതിൽ. എങ്ങനെയുള്ളതിൽ? ഭീഷ്മപർവണി, ഭീഷ്മപർവത്തിൽ. ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു, ശ്രീമദ് ഭഗവത്ഗീതകളിൽ, ഉപനിഷത്തുക്കളിൽ. മറ്റൊക്കെ ബഹുവചനം ഏകവചനം പറഞ്ഞപ്പോൾ ഇവിടെ ബഹുവചനം പറഞ്ഞത് ഉപദേശാധിക്യത്തെ പരിഗണിച്ചിട്ടായിരിക്കും. ഉപനിഷത്സു, ഇത് ഉപനിഷത്ത് അല്ല ഗീത, എങ്കിലും ഉപനിഷത്ത് സാരമായതുകൊണ്ട് ഗീതയ്ക്ക് ഉപനിഷത്തിന്റെ സ്ഥാനം പരികൽപ്പിക്കപ്പെടുകയാണ്. ഉപനിഷത്സു ബ്രഹ്മവിദ്യയായ, ബ്രഹ്മവിദ്യയിൽ, യോഗശാസ്ത്രേ, യോഗശാസ്ത്രത്തിൽ. കേവലം ബ്രഹ്മതത്വത്തെക്കുറിച്ച് പറഞ്ഞ് എഴുന്നേറ്റ് പോയിട്ട് പ്രയോജനമില്ല. സാധകൻ എങ്ങനെ ആ തലത്തിലേക്ക് ഉയരും എന്നുള്ള സാധനാക്രമം പറയണം. അതാണ് യോഗശാസ്ത്രം. പരം ലക്ഷ്യത്തെക്കുറിച്ചുള്ള സാക്ഷാത്കാര ദശയാണ് ബ്രഹ്മവിദ്യ. അതിലേക്ക് എത്തിച്ചേരാനുള്ള സാധനയാണ് യോഗം. ആ യോഗത്തെ ശാസിക്കുന്നത് യോഗശാസ്ത്രം. യോഗശാസ്ത്രത്തിൽ ശ്രീകൃഷ്ണാർജുന സംവാദത്തിൽ, ശ്രീകൃഷ്ണനും അർജുനനും തമ്മിലുള്ള സംഭാഷണ രൂപമാണ് ഇത്. തർക്കം കൊണ്ട് നേടേണ്ടതല്ല, മറിച്ച് ഗുരുവിൽ നിന്ന് ശ്രവിക്കേണ്ടതാണ് എന്ന് പ്രത്യേകമായി എടുത്തു കാണിക്കുന്നതാണ് അർജുനന് കൃഷ്ണൻ ഉപദേശിക്കുന്നതായ സ്തുതി. അങ്ങനെയുള്ളതിൽ ധ്യാനയോഗോ നാമ, ധ്യാനയോഗം എന്ന് പേരുള്ള, അഥവാ അഭ്യാസയോഗോ നാമ, അഭ്യാസയോഗം എന്ന് പേരുള്ള, അഥവാ ആത്മസംയമയോഗോ നാമ, ആത്മസംയമയോഗം എന്ന് പേരുള്ള ഷഷ്ടോധ്യായ. ഷഷ്ടോധ്യായ എന്ന് പറഞ്ഞാൽ ഷഷ്ഠ അധ്യായ, 6ാമത്തെ അധ്യായം. ഇതാണ് ഗീത 6. നമുക്ക് തുടർന്ന് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. 6 അധ്യായം കഴിഞ്ഞു എന്ന് കൂട്ടുക.